മോർണിംഗ്. ഗുഡ് എന്താണ്? മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് മാം. എല്ലാവരും ഉണ്ടല്ലേ? ഓക്കെ. എങ്ങനെയുണ്ട് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട്? കുറച്ച് ദിവസമായില്ലേ നിങ്ങള് ഇതൊക്കെ ചെയ്യുന്നത്? എങ്ങനെയുണ്ട് ഈ മോർണിംഗ് ക്ലാസ്സും മെഡിറ്റേഷനും കാര്യങ്ങളൊക്കെ? സൂപ്പറാണ്. സൂപ്പറാണ്. ഓക്കെ. നല്ല ഓഡിയൻസിനെ കിട്ടുക എന്നുള്ളതും നമ്മളുടെ ഭാഗ്യമാണ്. അപ്പൊ നമ്മുടെ മോർണിംഗ് ക്ലബിൽ നല്ല നല്ല കുറേ അധികം ഓഡിയൻസ് ഉണ്ട്. അതാണ് നമ്മളുടെ സ്ട്രെങ്ത്. മനസ്സിലായില്ലേ? ഇപ്പോ നമുക്ക് ഞാൻ ഈ മോർണിംഗ് ക്ലാസ്സിൽ പലപ്പോഴായിട്ടും മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പ്രാവശ്യം മൈൻഡ് സെറ്റിനെ കുറിച്ചാണ് എടുത്തത്. മൈൻഡ് സെറ്റിനെ കുറിച്ച് നമ്മൾ എത്ര സംസാരിച്ചാലും നമുക്ക് മതിയാവില്ല അല്ലേ? ജസ്റ്റ് ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് ജാസ്മിൻ എന്നാണ്. ഞാൻ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. തിരുവനന്തപുരത്ത് നെടുമങ്ങാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ഓക്കെ. ഈ ഒരു ഫീൽഡിലേക്ക് വന്നിട്ട് കുറച്ച് കാലമായി. ഇതിന്റെ ഒരു പാഷൻ ആയിട്ടുള്ള ഒരു ഏരിയയാണ് ടീച്ചിങ് ട്രെയിനിങ് എന്നൊക്കെ പറയുന്നത്. അപ്പോ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നതെന്ന് വെച്ചാല്, നമ്മൾ എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കണമെങ്കിൽ അത്യാവശ്യം നമുക്ക് നമ്മുടെ മൈൻഡ് സെറ്റ് ക്ലിയർ ആയിരിക്കണം അല്ലേ? അപ്പൊ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന ഒരു സോളിറ്റിയർ മൈൻഡ് സെറ്റ് അല്ലെങ്കിൽ ഒരു ചാമ്പ്യൻ മൈൻഡ് സെറ്റ് ഒക്കെ നമുക്ക് എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം എന്നുള്ളതാണ്. കേൾക്കുന്നുണ്ടല്ലോ? എന്റെ വോയിസ് ഒക്കെ ക്ലിയർ ആണല്ലോ? അതെ Yes, ma'am. ക്ലിയറാണ് മാം. ഓക്കെ. അപ്പോ ഈ വളർച്ചയ്ക്കും വിജയത്തിനും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഡിസ്കംഫർട്ടബിൾ ഒക്കെ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ ആ ഒരു പെയിൻ ബുദ്ധിമുട്ടൊക്കെ നമ്മൾ സഹിക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അല്ലാതെ നമുക്കൊന്നും പെട്ടെന്നൊന്നും നേടിയെടുക്കാൻ കഴിയില്ല. ഇന്നലെ തന്നെ നമ്മൾ നൈറ്റില് ട്രെയിനിങ് സ്റ്റോക്കിൽ നമ്മൾ സ്റ്റെഫി മാമിന്റെ ക്ലാസ് ഭയങ്കര ഒരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അത് ഫസ്റ്റ് പുള്ളിക്കാരി ആ ഒരു ലൈഫ് ജേണി പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയത്. സാധാരണ ഒരു ക്ലാസ് നമ്മൾ എന്തെങ്കിലുമൊക്കെ പഠിച്ചിട്ട് വന്നിരുന്ന് പറയുന്നതും അവരുടെ അനുഭവം പറയുന്നതും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അതായത് ഒരാള് ജീവിതം മൊത്തത്തിൽ വഴിമുട്ടി നിൽക്കുന്ന അവസ്ഥ. അവർ പറഞ്ഞ ഒരു ഡയലോഗ്, രണ്ട് ഓപ്ഷൻ എൻ്റെ മുന്നിലുണ്ട്. ഒന്നുകിൽ ലൈഫ് അവസാനിപ്പിക്കുക, അതല്ലെങ്കിൽ എന്ത് ചെയ്യുക, വീണിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടാൻ തയ്യാറാവുക എന്നുള്ളത്. പുള്ളിക്കാരി മെന്റലി ഫിസിക്കലി വീക്കായി. മെന്റലി ഫിസിക്കലി ഫുള്ള് വീക്കാവുന്ന ഒരാൾക്ക് സർവേ ചെയ്ത് വരിക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ ശാരീരികമായ എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ തന്നെ മനസ്സുകൊണ്ട് നമുക്ക് സ്ട്രെങ്ത് ഉണ്ടെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ പിടിച്ചു നിൽക്കാൻ പറ്റും. പക്ഷെ ഈ രണ്ട് രീതിയിലും പുള്ളിക്കാരി എന്ത് ചെയ്തു, അങ്ങറ്റായി ആ ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു ട്രെയിനിങ് മേഖലയിലേക്ക് വന്നത്. അവരനുഭവിച്ച ആ വിഷമത്തിന്റെ തീവ്രത അവരെ ഒരു മെഡിറ്റേഷൻ ട്രെയിനറാക്കി മാറ്റിയിട്ടുണ്ട്, വെൽനസ് കോച്ചൊക്കെ ആക്കി മാറ്റിയിട്ടുണ്ട്. അതായത് മനുഷ്യന് ശാരീരികമായും മാനസികമായിട്ടുള്ള ഒരു വെൽനസ് കൊടുക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് അവര് എത്തിച്ചേർന്നു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ നമ്മുടെ ലൈഫിൽ ഇപ്പൊ നമ്മൾ കാണുന്ന ആ ഒരു സക്സസ് ജേണി, ഇപ്പൊ ഒരു ക്ലാസ് എടുക്കുന്നു, ഭംഗിയായിട്ട് ക്ലാസ് എടുക്കുന്നു, അത്യാവശ്യം നല്ല സെറ്റപ്പ് ഒക്കെ ഉണ്ട് എന്നുള്ള ആ ഒരു ഇതായിരിക്കും നമ്മൾ കാണുന്നത്. പക്ഷെ ബിഹൈൻഡ് ദ സ്ക്രീൻ അതിന്റെ പുറകില് അവരനുഭവിച്ചതായ വേദനകൾ, അവരെടുത്ത എഫേർട്ട്, ഇതൊന്നും നമ്മൾ കാണുന്നില്ല അല്ലെ? കഷ്ടപ്പാട്, അവരുടെ കഷ്ടപ്പാട്, എഫേർട്ട്, അവരുടെ ആ സാക്രിഫൈസിങ്, അങ്ങനെ അങ്ങനെ പോകുന്ന ആ ഒരു സക്സസിലേക്കുള്ള ആ ഒരു വഴിദൂരം നമ്മൾ സഞ്ചരിക്കുന്ന സമയത്ത് നമുക്ക് അതൊക്കെ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ കാണാൻ കഴിയും അല്ലെ? നമ്മൾ എപ്പോഴും സക്സസ് ആയിട്ടുള്ള ആൾക്കാരുടെ ആ ഒരു സക്സസ് സ്റ്റോറി കേൾക്കുമ്പോഴും അവർ അനുഭവിച്ച വേദനയിലൂടെ നമ്മൾ ആ ഒരു വേരിയേഷൻ അതിലൂടെ നമ്മൾ ഇങ്ങനെ കടന്നു പോകുമ്പോഴാണ് ശരിക്കും ഇത്രയൊക്കെ അനുഭവിച്ചിട്ടാണ് വന്നത്. അപ്പൊ നമ്മൾ കാണുന്നത് ആ ഒരു വിജയിച്ച് നിൽക്കുന്ന വ്യക്തിയായിരിക്കും. അപ്പൊ നമ്മൾ അത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, എന്ത് വരും, ഒരു ഉള്ളിലൊരു ഇത് കുത്തൽ വരും. ഓ, എനിക്ക് സാധിച്ചില്ലല്ലോ, ഞാനിനി ഇനി സമയമുണ്ട്. ഇവിടെ മുതൽ തുടങ്ങാം, ഈ ഒരു നിമിഷം മുതൽ അങ്ങോട്ട് തുടങ്ങാം. എന്താണോ നമുക്ക് ഇഷ്ടപ്പെട്ട മേഖല അതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എന്ത് ചെയ്യാം, എന്തെങ്കിലും ചെറുതായിട്ട് തുടങ്ങി വലുതിലേക്ക് എത്തുക എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത്രയും ദിവസം രാവിലെ എഴുന്നേൽക്കുന്നുണ്ട്, മെഡിറ്റേഷൻ ചെയ്തിട്ട് ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നുണ്ട്. പക്ഷെ ഈ ക്ലാസ്സുകൾ കേട്ടത് കൊണ്ട് നമ്മുടെ ലൈഫിൽ നമ്മൾ ആക്ഷൻ എടുക്കാൻ തയ്യാറായിട്ടുണ്ടോ എന്നുള്ളതാണ്. അവിടെയാണ് നമ്മളെ വിലയിരുത്തി മുന്നോട്ട് പോകേണ്ടത്.
അതായത് നമ്മളിപ്പോ ഈ ഒരു സക്സസ് മൈൻഡ് സെറ്റിലേക്ക് എത്താനുള്ള ഒരു മനോഭാവം എന്തൊക്കെയാണെന്ന് വെച്ചാൽ, മാനസിക ശക്തി എന്ന് പറയുമ്പോൾ, അതായത് മനസ്സിന്റെ ഒരു ശക്തി വേദനകളെയൊക്കെ ലക്ഷ്യമാക്കി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. ആ വേദനയൊക്കെ എന്താണ് സത്യത്തില്? നമുക്കൊരു വേദന വരുന്നത് എന്തിനാണ്? നമ്മൾ സ്ട്രെങ്തൻ ചെയ്യാനാണ്, അല്ലെ? ദൈവം നേരിട്ട് വന്നിട്ട് നമുക്ക് കുറെ സംഭവങ്ങൾ എടുത്തിങ്ങനെ തരില്ല. അപ്പൊ നമുക്കിപ്പോ ഒരു വീടില്ലാതെ നമ്മൾ കഷ്ടപ്പെടുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് വിചാരിക്കും? എനിക്കൊരു വീട് വേണം. അപ്പൊ നമ്മൾ അതിനു വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ഈ വീടില്ല എന്നുള്ളത് നമുക്കൊരു വേദനയാണ്. ആ വേദനയെ ലക്ഷ്യമാക്കി മാറ്റുക. എനിക്കൊരു വീട് വേണം, അല്ലെങ്കിൽ എനിക്കൊരു ജോലിയില്ല. അപ്പൊ അതൊരു വേദനയാണ്. അതിനൊരു ലക്ഷ്യമാക്കി മാറ്റി മുന്നോട്ട് പോകുക എന്നുള്ളത്. അപ്പൊ അതിന് കുറച്ച് ചെറിയ ചെറിയ സ്റ്റെപ്സ് ഉണ്ട്. ആരോ വിളിച്ചു പോലെ കേട്ടോ. അതായത് നമ്മുടെ മനസ്സിന്റെ ചതിക്കുഴികളിൽ നമ്മൾ കുടുങ്ങിപ്പോരും. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ മനസ്സിന്റെ ചതിക്കുഴികളിൽ നമ്മൾ കുടുങ്ങിപ്പോരും. അതായത് നമ്മൾ ഒരു കാര്യം ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുമ്പോൾ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, നമ്മുടെ ഈ ന്യൂറോൺ പാത്വേ അതിന് വേണ്ടിയിട്ട് കണക്ട് ചെയ്ത് അതായത് നമ്മൾ ഈ മാല കോർക്കുന്ന പോലെ കണക്ട് ചെയ്ത് പൊക്കോണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു വഴി, ആ ഒരു ന്യൂറോൺ പാത്വേ ഇങ്ങനെ രൂപപ്പെട്ട് വരണമെങ്കിൽ, ആ കാര്യമായിട്ട് ബന്ധപ്പെട്ട് രൂപപ്പെട്ട് വരണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. അപ്പൊ ആ ടൈമിനിടയിൽ നമുക്ക് പല ബുദ്ധിമുട്ടുകളും വരും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? എന്തായാലും മതിയാക്കി പോവാം, അല്ലെ? നമ്മുടെ മനസ്സ് നമ്മളോട് തന്നെ പറഞ്ഞു തുടങ്ങും. അതിന് നമ്മളൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് അതിനോട് വിരോധം പ്രകടിപ്പിച്ചു തുടങ്ങും. അപ്പൊ നമ്മള് എന്ത് ചെയ്യും? നമുക്ക് നമുക്ക് തിരക്ക് കൂടും, അല്ലെ? സമയമില്ലാതെ വരും. പിന്നെ നമുക്ക് അസുഖങ്ങൾ വരും, തലവേദന വരും, ഇത്തിരി ഉറങ്ങണമെന്ന് തോന്നും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് സ്ഥലം കാലിയാക്കും. ആ ഒരു അവസ്ഥയിലേക്കായിരിക്കും പോകുന്നത്. അപ്പൊ അതാണ് പറഞ്ഞത്, നമ്മുടെ മനസ്സിന്റെ ചതിക്കുഴികളിൽ നമ്മൾ വീണു പോകുന്നത്. അപ്പം സത്യത്തില് ആരാണ് നമ്മളെ വിജയിക്കാൻ അനുവദിക്കാത്തത്? ഇപ്പൊ എനിക്ക് എന്ന് പറഞ്ഞാൽ വിവാഹം കഴിഞ്ഞതിന് ശേഷം പോയി പഠിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കിട്ടിയിട്ടില്ല. അപ്പൊ എനിക്ക് പഠിക്കാൻ പറ്റിയില്ല, എന്നെ പഠിക്കാൻ പറ്റില്ല, ഞാൻ എങ്ങനെയായി, എന്റെ ജീവിതം നായ നക്കി എന്നൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ വല്ലതും നടക്കുമോ? ഇല്ല. ഞാൻ വീട്ടിലിരുന്ന് എപ്പോഴും വായിക്കും, എന്ത് കിട്ടിയാലും വായിക്കും. പിന്നെ 10 വർഷത്തോളം കുടുംബത്ത് താമസിച്ചു, തറവാട്ട് വീട്ടിൽ താമസിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം സെപ്പറേറ്റ് ആയതിനു ശേഷമാണ് ഞാൻ സ്വന്തമായിട്ട് ട്യൂഷൻ എടുത്ത് കിട്ടിയ ക്യാഷ് കംപ്ലീറ്റ് എന്നിലേക്ക് തന്നെ ഇൻവെസ്റ്റ് ചെയ്ത് ഞാൻ എന്നെ ഒന്ന് റെഡിയാക്കി എടുത്തത്. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ കോഴ്സുകൾ കാണുമ്പോൾ കയറും, പഠിക്കും, മനസ്സിലാക്കും. പിന്നെ ആ പഠിക്കുന്ന കാര്യങ്ങൾ തന്നെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കും. ഫസ്റ്റ് ഒരു ഫ്രീ സെഷൻ വെക്കും, അതിലൂടെ അവരെ പഠിപ്പിച്ചെടുക്കും. എന്നിട്ട് അവരുടെ തന്നെ ഫീഡ്ബാക്കുകൾ കളക്ട് ചെയ്തുകൊണ്ട് അതിനെ പെയ്ഡ് കോഴ്സാക്കി മാറ്റും. അപ്പം അതാണ് നമ്മൾ ആ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. എപ്പോഴും നമുക്ക് ആ ഒരു സക്സസ് ജേണിയിലേക്ക് എത്താൻ പറ്റിയെന്ന് വരില്ല. പലപ്പോഴും നമ്മൾ തളർന്നു പോകും. പിന്നെ ഈ അതായത് ഇപ്പൊ ഈ എവറസ്റ്റ് ഒക്കെ കീഴടക്കുന്ന ആൾക്കാരെ കണ്ടിട്ടില്ലേ? അവര് എന്താണ്, സത്യത്തിൽ അവിടെ അവർക്ക് നല്ല ഹെൽപ്പ് ഉണ്ട്. ഈ പക്ഷെ ആ ഒരു ജേണി അതൊന്ന് കേട്ട് നോക്കണം. എവറസ്റ്റ് ഇങ്ങനെയാണ് കീഴടക്കുക, അതൊക്കെ ഒന്ന് കേട്ടോ. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഞാനിങ്ങനെ ഇതൊക്കെ കേൾക്കുമ്പോൾ എവറസ്റ്റ് കീഴടക്കുന്നത് മാത്രമേ കേട്ടിട്ടുള്ളൂ, ബാക്കിയൊന്നും അറിയില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പൊ ഇതിനെപ്പറ്റി കേട്ട് തുടങ്ങിയപ്പോ നമ്മളെ കൊണ്ട് പറ്റുന്ന പരിപാടിയല്ല എന്ന് മനസ്സിലായി. ഞാനൊക്കെ പോയാല് അവിടുത്തെ ആ കാറ്റിൽ പറന്നു പോകും. കാരണം ആളിത്തിരിയേ ഉള്ളൂ. നമുക്ക് അതുമല്ല, നമ്മളെക്കാളും വലിയ വെയിറ്റ് ഒക്കെയാണ് നമ്മൾ കൊണ്ടുപോകേണ്ടത്. കയറ്, ലാഡറ്, പിന്നെ ഓക്സിജൻ സിലിണ്ടർ, ഇതെല്ലാം നമുക്ക് വേണം. പിന്നെ നമ്മുടെ ബോഡി ആ ഒരു തണുപ്പിനെ പ്രതിരോധിക്കാനുള്ള ഒരു ശക്തിയൊക്കെ നമ്മുടെ ബോഡിക്ക് വേണം. ഫിസിക്കൽ സ്ട്രെങ്ത് വേണം. നമ്മുടെ നെക്ക് മുതൽ നമ്മുടെ കാല് വരെയുള്ള എല്ലാ ഭാഗം അവർ സ്ട്രെങ്തൻ ചെയ്ത് എടുത്തതിന് ശേഷമൊക്കെ നമ്മൾ കൊണ്ടുപോകും. പെട്ടെന്നൊന്നും കൊണ്ടുപോകില്ല. അപ്പൊ അങ്ങനെ കുറെ സംഭവങ്ങൾ. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ പഠിച്ചപ്പോഴത്തേക്ക് ഇത് നടക്കണ പരിപാടിയല്ല. ഇനി അവിടെ ചെന്നിട്ട് അവിടത്തെ ആ തണുപ്പില് നമ്മൾ ഈ ഫ്രീസറിൽ വെച്ചിട്ടെടുക്കുന്ന മീനില്ലേ, അതുപോലെ ആയിപ്പോകും നമ്മളൊക്കെ. കാരണം അത്രയ്ക്കുള്ള ആരോഗ്യമൊക്കെ എന്നെയൊക്കെ സംബന്ധിച്ചേ ഉള്ളൂ. പക്ഷെ ഈ ആഗ്രഹം, തീവ്രത ഇല്ല. ഇത് നേടിയെടുത്തേ പറ്റൂ എന്നുള്ള ഒരു തീവ്രത അവിടെ വരുന്നില്ല. അത് എന്തുകൊണ്ടാ? കാരണം നമുക്ക് നമ്മുടെ ഫാമിലി കുറെ സാധനങ്ങൾ നമുക്ക് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും, അല്ലെ? അപ്പോ ഈ ഒരു മൈൻഡ് സെറ്റിലേക്കൊക്കെ എത്തണം. ഈ സാധനം എന്റെ മൈൻഡിൽ വന്നിട്ട് അതങ്ങ് പോയി. കാരണം അതിനെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയപ്പോ ഇതൊന്നും നമുക്ക് ഒന്നാമത് ക്യാഷ് ചെലവ്, രണ്ടാമത്
ഈ പറഞ്ഞ പോലെ ഫിസിക്കലും മെന്റൽ സ്ട്രെങ്തും നല്ല വേണം. സ്ത്രീകളൊക്കെ പോയിട്ട് ഇതാക്കി വരുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അതിന്റെ ആ ഒരു കഥയൊക്കെ കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്, നമുക്ക് കേട്ടിരിക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. പക്ഷെ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഉണ്ടാകുന്ന ആ ഒരു മൈൻഡ് സെറ്റ് എന്ന് പറഞ്ഞാല് അത്രയ്ക്കും ഈ കാരിരുമ്പിന്റെ കരുത്തം എന്നൊക്കെ പറയില്ലേ, അതുപോലുള്ള ഒരു കരുത്തുള്ള ഒരു മനസ്സും ബോഡിയും ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ഇവിടെ അവിടെ കുറെ ആൾക്കാർ സഹായിക്കുന്നുണ്ട് ഇവരെ കയറി പോയി, ഷെർപ്പകൾ എന്നാണ് അവരെ പറയുന്നത്. സത്യത്തില് അവര് ജനിച്ചതും ജീവിച്ചതും ഇതിനു വേണ്ടിയാണോന്ന്, അവര് ഭൂമിയിൽ സൃഷ്ടിക്കപ്പെട്ടത് തന്നെ ഇതിനു വേണ്ടിയിട്ടാണോ എന്ന് തോന്നിപ്പോകും. നമ്മൾ നമ്മുടെ വീടിന്റെ സ്റ്റെയർ കയറി പോകുന്ന ലാഘവത്തോടു കൂടിയാണ് അവർ പോകുന്നത്. അവർക്ക് പറയുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഈ ഓക്സിജൻ സിലിണ്ടറിന്റെ ആവശ്യം ഇല്ല, വരുന്നില്ല എന്നുള്ളതാണ്. എങ്കിലും അവർ കയ്യിൽ കരുതിയിരിക്കുന്നത് ക്ലയന്റിന് ബുദ്ധിമുട്ട് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കയ്യിൽ കരുതിയിരിക്കുന്നത്. അത്രയും ഡിഫിക്കൽട്ട്. അവരുടെ കുലത്തൊഴിലാണ് മല കയറല്, പിന്നെ കൃഷി, ഈ ഷെർപ്പകളുടെ. അപ്പൊ ഇവരാണ് സത്യത്തിൽ ഇവരെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു ഷെർപ്പ എത്ര പ്രാവശ്യം കയറി ഇറങ്ങേണ്ടി വരും അല്ലെ? അതും 1 മാസം 2 മാസത്തെ പോക്കാണ് ഇത്. പോയിട്ട് തിരിച്ചു വരുന്നത് വരെ ഇവർക്ക് അതായത് ഇവരുടെ ശരീരം അതിനോട് പ്രതിരോധിക്കുന്നു എന്നുള്ളതാണ്. ഈ മലമൂത്ര വിസർജനം നടത്താൻ പോലും മുകളിലോട്ട് ഈ ബേസ് ക്യാമ്പ് കഴിഞ്ഞാൽ അതിനുള്ള കൃത്യമായ ഒരു ഓപ്ഷൻ പോലും അവിടെ ഇല്ല. അപ്പൊ അത്രയും ഡിഫിക്കൽറ്റി ആയിട്ടുള്ള ഒരു ഏരിയയിലേക്കാണ് അവർ പോകുന്നത് എന്നുള്ളതാണ്. പിന്നെ ആ ബേസ് ക്യാമ്പ് വരെ കറക്റ്റ് അവർക്ക് മെഡിസിനും ഡോക്ടേഴ്സും ഫുഡും എല്ലാ സാധനവും അവിടെ കറക്റ്റ് അവർക്ക് നമുക്ക് കിട്ടും. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുച്ഛമായ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ, കാരണം ഇവർക്ക് മുതുകത്ത് ചുമന്നുകൊണ്ട് പോകുന്നതിനും ഒരു പരിധിയുണ്ട്. മൊത്തത്തിൽ അവിടെ പോകുമ്പോൾ എത്ര 4 ക്യാമ്പുകൾ മാത്രം എന്താണ് പിന്നെ ബേസ് ക്യാമ്പ് കഴിഞ്ഞിട്ടുള്ളത്. ക്യാമ്പ് അവര് തന്നെ സെറ്റ് ചെയ്യണം, അതിനുള്ള എല്ലാ സാധനങ്ങളും ഇവര് ചുമന്നുകൊണ്ട് പോകണം. അപ്പൊ അതിനൊക്കെ ഈ ഷെർപ്പകളാണ് ഇവരെ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പൊ അത്രയും കഠിനമായിട്ടുള്ള ഒരു ഇതാണ്. അത്രയും ഒരു നല്ല പക്വതയുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടെങ്കിലേ അതിനൊക്കെ പോകാൻ പറ്റുള്ളൂ. അപ്പൊ അതാണ് അത്. ആ ഒരു ഇത് കേട്ടു നോക്കണം. എവറസ്റ്റ് കീഴടക്കുന്നതിന്റെ ആ ഒരു ജേണിയൊക്കെ നിങ്ങൾ പോയിട്ട് ഇങ്ങനെ കേട്ട് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. അപ്പൊ അവിടെ നിന്ന് തന്നെ നമുക്ക് കുറെ നോളജും കിട്ടും. അത്രത്തോളം നമുക്ക് മെന്റൽ സ്ട്രെങ്തും ബോഡി സ്ട്രെങ്തും വേണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവുകയും ചെയ്യും. അത് നമ്മൾ സാധാരണ ജീവിതത്തിൽ ഇതൊക്കെ നമുക്ക് വേണം. അതെന്ന് പറഞ്ഞാൽ അത്രയും കഠിനമല്ലെങ്കിൽ പോലും നമുക്ക് ആവശ്യമാണ്. അതിന് എന്തൊക്കെ വേണ്ടേ? നമുക്ക് സ്പഷ്ടമായ ഒരു ലക്ഷ്യമാണ്. നമ്മൾ മനസ്സിന്റെ ചതിക്കുഴികൾ കുടുങ്ങരുതെന്ന് പറഞ്ഞു. രണ്ടാമത് സ്പഷ്ടമായ ലക്ഷ്യം. അപ്പൊ ഈ മനസ്സിന്റെ ചതിക്കുഴികളിൽ കുടുങ്ങിപ്പോയാല് ഇപ്പൊ എനിക്ക് രാവിലെ രാവിലെ ഈ എണീച്ച് ക്ലാസ്സുകൾ കേൾക്കുന്ന നിങ്ങൾക്കൊന്ന് ഉറങ്ങണമെന്നൊക്കെ തോന്നും. ഇന്ന് ഇനി ക്ലാസ്സിന് കേൾക്കണ്ട. അല്ലെങ്കിൽ ഇതിലുള്ള പല ആൾക്കാരും രാത്രി അമിതമായിട്ട് മൊബൈൽ യൂസ് ചെയ്തിട്ട് ചിലപ്പോൾ കിടന്നുറങ്ങുന്ന ആൾക്കാരായിരിക്കും. അല്ലാതെ അവര് ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വരുന്നവരൊന്നും ആയിരിക്കില്ല പലരും, അല്ലെ? ജോലി കഴിഞ്ഞ് ക്ഷീണിച്ച് വന്നാലും കറക്റ്റ് ടൈമിൽ ഒരു 10 മണിയോട് കൂടി ഉറങ്ങുന്ന ഒരാൾക്ക് കറക്റ്റ് ഈ ഒരു ടൈമിൽ എഴുന്നേക്കാൻ പറ്റും. അപ്പൊ ഇവിടെയൊക്കെ എന്താണ് താൽക്കാലിക സുഖം, അല്ലെ? പിന്നെ ഒരു വിഷമം വരുമ്പോൾ ഓടിപ്പോയി സിഗരറ്റ് വലിക്കുക. അതിൽ നിന്ന് എന്ത് സുഖം കിട്ടുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തോ അവർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണല്ലോ അവർ അതൊക്കെ ചെയ്യുന്നത്, മദ്യപിക്കുന്നത്, അല്ലെ? അപ്പൊ അതൊക്കെ ഒരു താൽക്കാലിക സുഖം മാത്രമാണ്. അതുകൊണ്ടാണ് പറയുന്നത് മനസ്സിന്റെ ചതിക്കുഴികളിൽ കുടുങ്ങിപ്പോരുത്. അതൊക്കെ ചെയ്യണമെന്നൊക്കെ തോന്നും. പക്ഷെ അവിടെ നമ്മൾ അത് സ്റ്റോപ്പ് ചെയ്യണമെങ്കിൽ കുറെ കാര്യങ്ങൾ നമ്മൾ അതിന്റെ പിന്നിൽ നമ്മൾ കുറെ പണിയെടുക്കണം. അതായത് നമുക്ക് വ്യക്തമായിട്ടൊരു ലക്ഷ്യം വേണം. നമുക്ക് വ്യക്തമായിട്ടൊരു ലക്ഷ്യം ഉണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ സമയത്തൊക്കെ നമുക്ക് ഉറങ്ങാൻ തോന്നൂല. നമുക്ക് കുറെ ക്ലാസ്സുകൾ കേൾക്കണം, ക്ലാസ്സുകൾ എടുക്കണം, ക്ലാസ്സുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം. എങ്കിൽ നമുക്ക് കിട്ടുന്ന പോയിന്റുകളൊക്കെ, ഇപ്പൊ അബ്ദുൽ ലത്തീഫ് സാറൊക്കെ എന്നും വന്നിട്ട് നമ്മളോട് അതിന്റെ പോയിന്റുകളൊക്കെ തരാമോ എന്നൊക്കെ ചോദിക്കാറുണ്ട്, അല്ലേ? എന്നിട്ട് അദ്ദേഹം പല ക്ലാസ്സിലെ നോട്ട് എഴുതി എടുക്കുന്നുണ്ട്. ഇന്നലത്തെ ക്ലാസ്സിൽ അത് എടുത്തെടുത്ത് ചോദിക്കുന്നുണ്ട്. എന്തുകൊണ്ടാ? അവർക്ക് അത് പഠിച്ചെടുക്കണം, ആ ഒരു ലക്ഷ്യം അവർക്കുണ്ട്. കാരണം ഒരുപാട് ആൾക്കാരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം വീശണം. അപ്പോൾ അതിനെന്ത് ചെയ്യണം? കുറച്ച് പണിയെടുക്കണം. അപ്പോൾ സ്പഷ്ടമായ ലക്ഷ്യം, അതാണ് പറയുന്നത്. നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറഞ്ഞാൽ ഒരു യന്ത്രം പോലെയാണ്. അത് തുരുമ്പ് പിടിക്കും. അത് വേണ്ടപ്പോ വേണ്ട രീതിയിൽ ഉപയോഗിച്ചില്ലെങ്കിൽ അത് നശിച്ചു പോകും, അല്ലേ? അതായത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഒരു മെഷീൻ പോലെയാണ്. നമ്മൾ അതിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും? അതില് ആശങ്കകള്, ഭയങ്ങള്, അല്ലെ? അങ്ങനെ കുറെ സംഭവങ്ങളൊക്കെ ഇങ്ങനെ വന്നു കൂടും. അപ്പൊ ഇത് നമ്മളെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് തടസ്സം നിൽക്കും. പിന്നെ വരുന്നത് നമ്മൾ മൈൻഡിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്, അല്ലെ? നമുക്ക് ഈ ലക്ഷ്യങ്ങളൊക്കെ വേണം. അപ്പൊ നമ്മുടെ മൈൻഡ് കുറച്ചൊന്ന് ഡൈവേർട്ട് ആവാനുള്ള അതിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യാനുള്ള ഒരു ഇതുണ്ടാവും. അപ്പൊ അവിടെ എന്ത് ചെയ്യും? മൈൻഡിനെ നമ്മൾ പരിശീലിപ്പിക്കുക.
അടുത്ത പോയിന്റ് എന്താണ്? മൈൻഡിനെ പരിശീലിപ്പിക്കുക. മൈൻഡിനെ പരിശീലിപ്പിക്കുമ്പോൾ നമ്മൾ വെറുതെ അങ്ങനെ പരിശീലിപ്പിച്ചാൽ പോരാ. നമ്മള് ഈ ഈ സൈനിക പരിശീലനവും യുദ്ധവും ഒക്കെ നമുക്ക് പഠിപ്പിക്കുന്ന പാഠം എന്താണ്? മൈൻഡ് സെറ്റ് ആണ് ഏറ്റവും വലുത് എന്നുള്ളതാണ്. അപ്പൊ ഈ മൈൻഡിനെ പരിശീലിപ്പിക്കണം. ഈ സൈനികരുടെ ഒരു ഇതറിയാലോ, കഠിനമായ വ്യായാമ മുറകളും മറ്റുമൊക്കെയാണ്. മെന്റലി ടോർച്ചറിങ് നന്നായിട്ട് കൊടുക്കുന്നുണ്ട് അവർ. കാരണം അത് അത്രയും കൊടുക്കുന്ന എന്തിനാണ്? അവരെ പാകപ്പെടുത്തി എടുക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് തന്നെ കണ്ടാലൊക്കെ സങ്കടം വരും. ഇത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അവര് ആ ഒരു ജോലിയിലേക്ക് അവർ പോകുന്നത് തന്നെ. അപ്പൊ നമ്മൾ അവരെ അംഗീകരിക്കുക, അവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ കഴിയുന്ന ആദരവ് അവർക്ക് കൊടുക്കുക നമ്മളെ കൊണ്ട്. അപ്പൊ അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് നമുക്ക് വേണ്ടിയിട്ട്. നമ്മളിത് കിടന്നുറങ്ങുന്നത് തന്നെ അവരും ഉറക്കം കഴിഞ്ഞിട്ടാണ്. അപ്പോ ആ ഒരു മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. മൈൻഡിനെ പരിശീലിപ്പിക്കുക എന്നുള്ളതാണ്. ആദ്യം നമുക്കൊരു ലക്ഷ്യം വേണം. ലക്ഷ്യം കണ്ടെത്തി അതിൽ നിന്ന് ഡൈവേർട്ടായി പോവാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൈൻഡിനെ പരിശീലിക്കണം. മൈൻഡിനെ പരിശീലിപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? മൈൻഡിന് പെട്ടെന്ന് ഓവർലോഡ് കൊടുക്കാൻ പറ്റില്ല. ചെറിയ കാര്യങ്ങളോട് തുടങ്ങും. ചെറിയ കാര്യങ്ങളിൽ തുടങ്ങിയാൽ ഉള്ള ഒരു ഗുണമെന്ന് വെച്ചാൽ, ഇപ്പൊ 5 മണിക്ക് എണീക്കാത്ത ഒരാള് 6-7 മണിക്കൊക്കെ എഴുന്നേൽക്കുന്ന ഒരാൾ 5 മണിക്ക് എഴുന്നേൽക്കണം എന്ന് തോന്നുന്നെങ്കിൽ അയാള് ഒരു കറക്റ്റ് 5 മണിക്കാണ് അലാറം വെച്ചാൽ എന്തായാലും നടക്കില്ല. അപ്പൊ അയാള് 6 മണിക്ക് മുമ്പായിട്ട് അലാറം വെക്കുക. കുറച്ച് ഒരു 10 മിനിറ്റ് മുമ്പ് വെക്കുക. എന്നിട്ട് ആ സമയത്ത് ഒന്നും തിങ്ക് ചെയ്യാതെ ചാടി എഴുന്നേറ്റ് പോയി പെട്ടെന്ന് മുഖം കഴുകുക. അപ്പോഴ് എന്തായാലും എഴുന്നേറ്റ് കഴിഞ്ഞു. ഇനി കിടക്കണമെന്നുള്ളൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തീർന്നു. അപ്പൊ അതിനുശേഷം പിന്നെ ഒരു 10 മിനിറ്റ്, 2-3 ദിവസം ഈ 10 മിനിറ്റ് മതി. പിന്നെ വീണ്ടും ഒരു 20 മിനിറ്റ് മുമ്പോട്ട് വെക്കുക. അങ്ങനെ 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 5 മണിയിലേക്ക് പോകുക എന്നുള്ളതാണ്. അപ്പൊ ഒരു മോശ സ്വഭാവം നമുക്ക് നിർത്തണമെങ്കിലും, ഇപ്പൊ ചായ കുടിക്കുന്ന ഒരു സ്വഭാവം എല്ലാവർക്കും ഉണ്ട്. അപ്പൊ ഈ ചായ കുടിക്കുന്നതെന്ന് പറഞ്ഞാല് അതിനകത്ത് ചായ, പാല്, പിന്നെ തേയില, പഞ്ചാര ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ അതൊരു പോയിസൺ ആയി മാറും. പക്ഷെ അത് നമ്മൾ അറിയുന്നില്ല. നമുക്കത് കുടിക്കുമ്പോ എന്തോ ഒരു സുഖം കിട്ടുന്നുണ്ട്. അപ്പൊ ഇത് നിർത്താൻ പറ്റുന്നില്ല. നിർത്തുമ്പോ നമുക്ക് തലവേദന, ബുദ്ധിമുട്ടൊക്കെ വരും. നമ്മൾ എന്ത് ചെയ്യാം? പകുതി കുടിക്കുക, പിന്നെ പകുതി, പിന്നെ ഒരു 2 കവള് താഴ്ത്തിയെടുക്കുക. നമ്മൾ 2 പ്രാവശ്യം കുടിക്കുന്ന ചായ ഗ്ലാസ്സിൽ നിന്ന് താഴ്ത്തിയെടുക്കുക. പിന്നെ ഒരു ഹാഫ് ഗ്ലാസ് ആക്കുക. പിന്നെ കുറെ കൂടി ഒരു കുറയ്ക്കുക. പിന്നെ രാവിലെ 1 കവള് ചായ മാത്രം കുടിക്കുന്ന രീതിയിലേക്ക് കൊണ്ടുവരിക. ബാക്കി കൂടുതലുണ്ടെങ്കിൽ അത് ഒന്നുകിൽ അത് ഒഴിവാക്കുക. അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ രീതിയിൽ ഒറ്റയടിക്ക് ചെയ്താൽ നമുക്ക് അത് പിന്നെ അത് കുറെ കൂടി നമ്മളെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുണ്ടാകും. ഇപ്പൊ കള്ള് കുടിക്കാതിരിക്കുന്ന ആൾക്കാർക്ക് കൈവിറയ്ക്കും, ബുദ്ധിമുട്ട് വരും, തലകറക്കം ഉണ്ടാവും എന്നൊക്കെ പറയുന്ന പോലെ അവർക്കത് കുടിക്കാതിരിക്കാൻ പറ്റില്ല. ആ സമയം ആകുമ്പോഴത്തേക്ക് അവരുടെ ശരീരം അതിനോട് പ്രതികരിച്ചു തുടങ്ങും. നീ പോയി കുടിക്കുക എന്ന് പറഞ്ഞ് മനസ്സ് ആദ്യം പറഞ്ഞു തുടങ്ങും. പിന്നെ ശരീരം അതിനോട് പ്രതികരിച്ചു തുടങ്ങും. കൈകാല് വിറയൽ വരിക, ബുദ്ധിമുട്ട് വരിക, ദേഷ്യം വരിക, അങ്ങനെയൊക്കെ കുറെ സാധനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അത് കിട്ടിക്കഴിയുമ്പോൾ കുറച്ച് ആശ്വാസം. അപ്പൊ അതുകൊണ്ട് അത് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല. ഈ 2 പെഗ് കുടിക്കുന്ന ആൾ ഒന്നാക്കുക, പിന്നെ അരയാക്കുക, പിന്നെ അത് നിർത്തുക, അല്ലെ? എന്നിട്ട് ആ ഒരു മോശ ഹാബിറ്റിന്റെ ആ ഭാഗത്ത് എന്ത് ചെയ്യുക? നല്ലൊരു ഹാബിറ്റ് ഇംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെയാണ്. ചെറിയ കാര്യങ്ങൾ കൊണ്ട് തുടങ്ങി മൈൻഡിനെ പരിശീലിപ്പിച്ച് ലക്ഷ്യത്തിലോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ലക്ഷ്യം എന്ന് പറയുന്നത്, പിന്നെ വരുന്ന പോയിന്റ് എന്ന് പറയുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ ലക്ഷ്യം കണ്ടെത്തി, മൈൻഡിനെ പരിശീലിപ്പിച്ചു, ചെറിയ കാര്യങ്ങൾ തുടങ്ങി. പക്ഷെ അപ്പോഴും നമ്മുടെ ലക്ഷ്യം മെറ്റീരിയലിസ്റ്റിക് ആവരുത്. മെറ്റീരിയലിസ്റ്റിക് ആയി കഴിയുമ്പോഴത്തേക്ക്, അത് കിട്ടിക്കഴിയുമ്പോഴത്തേക്ക്, ഇപ്പൊ എനിക്കൊരു വലിയൊരു ലക്ഷറി ലൈഫ് വെക്കണം. ഓക്കെ, ഞാൻ ഈ പഠിച്ച ക്യാഷ് ഉണ്ടാണെങ്കിൽ എനിക്ക് വെക്കാമായിരുന്നു. ഒരു വലിയ കാർ എടുക്കാമായിരുന്നു. എനിക്ക് ഡ്രൈവിംഗ് പഠിക്കാമായിരുന്നു. എനിക്ക് അടിച്ചു പൊളിച്ച് ജീവിക്കാമായിരുന്നു, അല്ലെ? പക്ഷെ അതിനേക്കാൾ ഹാപ്പിനെസ് എനിക്ക് കിട്ടുന്നുണ്ട് ഈ ഒരു ടീച്ചിങ് മേഖലയിൽ വന്നപ്പോൾ. ഒരുപാട് ആൾക്കാർക്ക് നമ്മുടെ ട്രെയിനിങ്ങിലൊക്കെ എന്ന് വെച്ചാൽ, ട്രെയിനിങ്ങിൽ വരുന്ന ആൾക്കാരെ PMൽ പോയിട്ട് ടാസ്കുകൾ ചെയ്തോ, ഒരു ബ്രോഡ്കാസ്റ്റ് ഉണ്ടാക്കിയിട്ട് അവരോട് ഡെയിലി സംവദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ അവരെന്ത് ചെയ്യും? അവർ എക്സ്ക്യൂസസ് പറഞ്ഞു തുടങ്ങും. അതല്ല, ചെയ്യാം മാം എന്ന് പറഞ്ഞിട്ട് ഓർമ്മയോടുകൂടി ചെയ്യുന്നവരുണ്ടാവും. അപ്പൊ എന്നിട്ട് അവരുടെ നിഷ്മാർക്കിട്ട് അവർ കണ്ടെത്തി ആ ഒരു ജേണിയിൽ അവരിങ്ങനെ പോവുകയാണ്. അവർക്ക് പലരും അതിലൂടെ നമ്മുടെ ഈ ഒരു ട്രെയിനിങ് കോഴ്സിൽ വന്നിട്ട് ഇവിടെ തന്നെ വർക്ക് ചെയ്യുന്നവരുണ്ട്. പിന്നെ പുറത്ത് അവര് പോയി ക്ലാസ്സുകൾ എടുക്കുന്നവരുണ്ട്. അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇവിടെ നമ്മള് മെറ്റീരിയലിസ്റ്റിക് അല്ല സത്യത്തിൽ. അവിടെ അനുഭവമാണ് കൂടുതലായിട്ട് നമുക്ക് കിട്ടുന്നത്.
ഈ അനുഭവം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് ഈസ് ദ ബെസ്റ്റ് ടീച്ചർ എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു എക്സ്പീരിയൻസ് ആണ് അവർക്ക് അവിടെ നിന്ന് കിട്ടുന്നത്. അപ്പൊ ആ ഒരു ട്രെയിനിങ് മേഖല, കോച്ചിങ് മേഖല, ടീച്ചിങ് മേഖല, അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ലൈഫ് ലോങ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഇതൊക്കെ ചെയ്യണമെങ്കിൽ തന്നെ എന്ത് വേണം? ഈ സോൾജിയർ മൈൻഡ് സെറ്റ് ആണ്. സോൾജിയർ മൈൻഡ് സെറ്റ് വേണമെങ്കിൽ എന്ത് ചെയ്യണം? അതിന് പിന്നെയുണ്ട് കാര്യങ്ങൾ, അല്ലെ? ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ വേണം. ഫിസിക്കൽ ഡിസിപ്ലിൻ എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കണം? വ്യായാമം, ഭക്ഷണം, സമയം, ഇതൊക്കെ നമ്മൾ കീപ്പ് ചെയ്ത് കൊണ്ടുപോകണം. പിന്നെ വരുന്നത് മെന്റൽ ട്രെയിനിങ് ആണ്. മെന്റൽ ട്രെയിനിങ് എങ്ങനെ കൊടുക്കാം? ചലഞ്ചൊക്കെ വരുമ്പോൾ ഏറ്റെടുക്കണം. ഞങ്ങളെ കൊണ്ട് പറ്റുമോ? പറ്റും എന്ന് വിചാരിച്ചങ്ങ് ഇറങ്ങുക എന്നുള്ളത് തന്നെയാണ്. ആ ചലഞ്ചിന് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. പിന്തിരിഞ്ഞ് ഓടാൻ പാടില്ല. പിന്നെ വരുന്നത് റെസ്പോൺസിബിലിറ്റി ആൻഡ് ഡ്യൂട്ടി. അതായത് നമുക്കൊരു വിഷൻ കണ്ടെത്തണം. അതില് നമ്മൾ സെൽഫായിട്ട് തന്നെ നമ്മൾ ഡ്യൂട്ടി തുടങ്ങണം. നമ്മൾ അതിനെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത് മുന്നോട്ട് വരണം. പിന്നോട്ട് അടിക്കാൻ പാടില്ല. അപ്പോൾ ഇവിടെയൊക്കെ ടാർഗറ്റ് വെക്കണം. ഈ റെസ്പോൺസിബിലിറ്റിയും ഡ്യൂട്ടിയും കറക്റ്റ് ചെയ്തു പോകണമെങ്കിൽ ടാർഗറ്റ് വെക്കണം, ഡെഡ് ലൈൻ വെക്കണം. ആ ഒരു ഡെഡ് ലൈനിനെ കണക്കാക്കി നമ്മൾ മുന്നോട്ട് പോകണം. പിന്നെ വരുന്നത് ഈ റെസ്പോൺസിബിലിറ്റി ഡ്യൂട്ടി നമുക്ക് ചെയ്യണമെങ്കിൽ തന്നെ ഇതെല്ലാം നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് വിഷൻ കണ്ടെത്തി, ടാർഗറ്റ് വെച്ചു, ഡെഡ് ലൈൻ വെച്ചു, നമ്മൾ ചെയ്തു. അപ്പോഴും നമ്മുടെ ആത്മവിശ്വാസം നമ്മൾ ഉറപ്പാക്കിക്കൊണ്ടേയിരിക്കണം. പിന്നെ വരുന്നതെന്ന് പറഞ്ഞാൽ സെൽഫ് മാസ്റ്ററി പ്രാക്ടീസസ്. ഈ പല ആൾക്കാരും വിജയിക്കുന്നത് ഈ പറഞ്ഞതുപോലെ അവരുടെ തോൽവികളിൽ തളരുമ്പോഴും ആ തോൽവിയിൽ അവർ പലതും പഠിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഈ സെൽഫ് മാസ്റ്ററി പ്രാക്ടീസസ് എന്ന് പറയുമ്പോൾ നമ്മൾ തന്നെ നമ്മളെ മാസ്റ്റർ ആക്കാൻ നമ്മൾ തന്നെ സ്വന്തമായിട്ട് പ്രാക്ടീസ് ചെയ്യണം. അതായത് മെഡിറ്റേഷൻ ചെയ്യാം, പിന്നെ നമുക്കൊരു ആത്മപരിശോധന നടത്താം, അല്ലേ? അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, നമ്മുടെ ആ ലൈഫിൽ കൂടുതൽ ക്ലാരിറ്റി വരും. നമുക്ക് ഈ പറയുന്ന ഒരു സോൾജിയർ മൈൻഡ് സെറ്റ് ഒക്കെ നമുക്ക് ഏറ്റെടുക്കാൻ പറ്റും. പിന്നെ കഠിനമായ അഭ്യാസങ്ങളും അതുപോലെ തന്നെ ഇത് ഹൃദയത്തെയും ബോഡിയെയും കഠിനമാക്കുന്ന സമയത്തും ഈ ഇത്തരത്തിലുള്ള ഒരു സോൾജിയർക്ക് കൊടുക്കുന്ന ആ പരിശീലനങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ ശരീരത്തിനെ ഒരു കല്ലാക്കി മാറ്റുമ്പോഴും നമ്മൾ സംയമനം പാലിക്കുകയും മറ്റുള്ളവർക്ക് പ്രചോദനവും സന്തോഷവും കൊടുക്കണം എന്ന് നമ്മൾ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് വേണം ഇതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ആദ്യം നമുക്ക് വേണ്ടത് നല്ലൊരു മനുഷ്യനാവുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സ്റ്റെപ്പൊക്കെ നമ്മൾ എഴുതി വെക്കുക, ഇന്ന് ഈ നിമിഷം തുടങ്ങുക. അതാണ് നമുക്ക് ഇവിടെ സെൽഫ് കോൺഫിഡൻസും ഈ പറയുന്ന സാധനമൊന്നും നമുക്ക് ഒരിടത്തൊന്നും വാങ്ങാൻ കിട്ടില്ല. അപ്പൊ എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഇപ്പൊ നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കണം, അല്ലെ? എനിക്ക് കോൺഫിഡൻസ് ഇല്ല. ഈ കോൺഫിഡൻസ് ആരെങ്കിലും കൊടുത്തരും എന്നാ കുറച്ച് കോൺഫിഡൻസ് ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആരെങ്കിലും? ഇല്ല, ഒരിക്കലും ഇല്ല. ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമ്മൾ ചെയ്തു വരുമ്പോഴാണ് പുറകെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. എനിക്ക് പഠിപ്പിക്കാനൊന്നും അറിയില്ല, എനിക്ക് ട്രെയിനിങ് എടുക്കാൻ അറിയില്ല, എനിക്ക് ക്ലാസ് എടുക്കാനൊന്നും ഇഷ്ടമുണ്ട്, പക്ഷെ ഈ പറയുന്നത് പോലെ നമ്മളൊരു കോഴ്സിൽ ജോയിൻ ചെയ്യുക, എന്നിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ്. ചെയ്യുമ്പോഴാണ് ശരിക്കും പറഞ്ഞാല് ഇപ്പൊ നീന്തൽ പഠിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് എഴുതി പഠിച്ചിട്ട് കാര്യമില്ല. ഇല്ല, നമ്മൾ ഒരു നല്ലൊരു ട്രെയിനറെ പോയി കണ്ട് അവരെത്ര പേർക്ക് ട്രെയിനിങ് കൊടുത്ത് അത് നമ്മൾ ആദ്യം ചെയ്യണം. എത്ര പേര് നീന്തൽ പഠിച്ചു ഇദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട്, എന്നിട്ട് അവരുടെ ആ ഒരു സക്സസ് ജേണിയൊക്കെ എടുക്കണം. യെസ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ പോയിട്ട് അതിന്റെ ടിപ്സും കാര്യങ്ങളൊക്കെ ആദ്യം നമ്മൾ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് തിരക്കി മനസ്സിലാക്കി. ഇപ്പൊ നീന്തലൊന്നും ആഗ്രഹമുണ്ട്, പക്ഷെ കോൺഫിഡൻസ് ഇല്ല. എന്തായി കോൺഫിഡൻസ് വരാതെ? വെറുതെ ഇരുന്നാ വരുമോ? സത്യത്തിൽ എനിക്ക് നീന്താൻ കോൺഫിഡൻസ് ഇല്ല. എന്തുകൊണ്ടാ? ഞാൻ ആ മേഖലയിലേക്ക് പോയിട്ടില്ല. അവിടെ ഞാൻ നീന്തണം എന്ന് ആഗ്രഹിക്കുമ്പോഴും കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ടാ. അതിനുവേണ്ടി ഈ പറഞ്ഞ സാധനങ്ങളൊന്നും പ്രിപ്പയർ ചെയ്തിട്ടില്ല, ഒരു ലക്ഷ്യം കണ്ടെത്തിയിട്ടില്ല. ഇതിന് നീന്തി പഠിച്ചിട്ട് വെറുതെ ഒന്ന് നീന്തണം, അത്ര തന്നെ. എങ്കിലും അവിടെ എനിക്ക് നീന്തൽ ഇഷ്ടമാണ്, ഞാൻ പഠിക്കണം എന്നുള്ളത് ഒരു ലക്ഷ്യം പോലെ അവിടെ എഴുതി വെക്കണം. എന്നിട്ട് അതിനെന്തൊക്കെ സ്ട്രെങ്ത് എനിക്കുണ്ട്,
സ്ട്രെങ്ത് എന്തുണ്ട്? ഒന്നുമില്ല. പോയി ക്യാഷ് കൊടുത്ത് പഠിക്കാനുള്ള ക്യാഷ് ചിലപ്പോൾ ഉണ്ടാക്കാനുള്ള സ്ട്രെങ്ത് ഉണ്ടാവും. പിന്നെ എന്തുണ്ടാ? വീക്ക്നെസ് എന്താണ്? വീക്ക്നെസ്സേ ഉള്ളൂ. പക്ഷെ ആ വീക്ക്നെസ് ആണ് നമ്മുടെ ചലഞ്ചസ്. ആ ചലഞ്ചസ് ഏറ്റെടുത്ത് മുന്നോട്ട് ഇറങ്ങുക. അപ്പൊ ഇവിടെ എന്താണ് കോൺഫിഡൻസിനെ തടയുന്ന കാര്യങ്ങളെന്ന് എഴുതി വെക്കുക. ഇപ്പൊ കോൺഫിഡൻസ് ഇല്ലായ്മ ക്യാഷ് ഇല്ലാത്തതായിരിക്കും. അപ്പൊ ക്യാഷ് ഉണ്ടാക്കാം. ഇപ്പൊ ക്യാഷ് എങ്ങനെ ഉണ്ടാക്കും? എന്തെങ്കിലും ഒരു കോഴ്സ്, എവിടെന്നെങ്കിലും കുറച്ച് ക്യാഷ്, ഇപ്പൊ നമ്മളെ എന്തെങ്കിലും ഓർണമെന്റ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എടുത്തൊന്ന് വിറ്റിട്ടോ എന്തെങ്കിലുമൊക്കെ പഠിക്കാം. ആ പണയം വെക്കണമെന്ന് ഞാൻ പറയില്ല കേട്ടോ. പിന്നെ അത് ആ കോൺഫിഡൻസ് അവിടെ നഷ്ടപ്പെടും. കാരണം നമ്മൾ ചിന്ത മൊത്തം പിന്നെ അങ്ങോട്ട് പോകും. അപ്പൊ കുറച്ച് ക്യാഷ് ഉണ്ടാക്കുക. ഈ സ്വർണ്ണം എന്നൊക്കെ പറയുന്ന സാധനം നമുക്ക് എപ്പോ വേണമെങ്കിലും വാങ്ങിക്കാവുന്നതാണ്. പക്ഷെ നമ്മുടെ സെൽഫ് കോൺഫിഡൻസ്, നമ്മളുടെ മൈൻഡ്, ബോഡി പരിശീലനം, ഇതൊക്കെ നമുക്ക് അതൊന്നും നമുക്ക് പെട്ടെന്നൊന്നും കിട്ടുന്ന കാര്യമല്ല. പക്ഷെ അത് ലൈഫ് ലോങ് ആണ്. അത് കിട്ടിക്കഴിഞ്ഞാൽ അത് ലൈഫ് ലോങ് ആണ്. എന്റെ ഉമ്മ എന്ന് വെച്ചാല്, എന്റെ ഫാദർ ഗൾഫിലായിരുന്ന സമയത്ത് കുറെ ക്യാഷ് ഇങ്ങനെ അയച്ചു കൊടുക്കുമ്പോൾ പുള്ളിക്കാരത്തി എന്ത് ചെയ്യുമെന്ന് അറിയാം? കുറച്ച് ക്യാഷ് ബാക്കി വരുന്നത് എടുത്തിട്ട് എന്തെങ്കിലും ചിട്ടി, അതുപോലെ സേവിങ്സ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇവര് ഈ പൈസയൊക്കെ എടുത്ത് കുറെ സ്വർണ്ണം ഉണ്ടാക്കിയിട്ടു. പക്ഷെ അത് നമ്മുടെ കല്യാണം ആയപ്പോഴത്തേക്ക് അത് ഊരി കൊടുത്തു, വിറ്റു. പിന്നെ നമ്മുടെ ആവശ്യങ്ങൾക്കൊക്കെ എടുത്തു. പിന്നെ സ്വന്തം ഹസ്ബൻഡ്, അതായത് എന്റെ ഫാദർ, അവർക്ക് കുറെ ഇതൊക്കെ വന്നപ്പോ, ഫിനാൻഷ്യൽ ക്രൈസിസ് ഒക്കെ വന്നപ്പോ അതെടുത്ത് വിറ്റു. അവരുടെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല എന്ന് മാത്രമല്ല, അവർക്ക് ഇപ്പൊ സ്വന്തമായിട്ടുള്ളത് ഒരു വീടുണ്ട്. പിന്നെ ആ വീട്ടില് കിടക്കാൻ ഒരു ബെഡുണ്ട്. രോഗം വരുമ്പോ പോയി കിടക്കാൻ ഒരു ബെഡുണ്ട്. അത് തന്നെയാണ് അവരെ സ്വന്തമായിട്ട് ഇപ്പൊ അവർക്കുള്ളത്. അപ്പോ ഈ പ്രായം കൂടുന്നതിനനുസരിച്ച് നമുക്ക് രോഗം വരാനുള്ള ചാൻസ് കൂടുതലാണ്. എന്തുകൊണ്ടെന്നറിയാമോ? നമുക്ക് വ്യക്തമായിട്ടൊരു ഗോൾ ഇല്ല, ഒരു സംഭവം ഇല്ല, ഒന്നുമില്ല. നമ്മളിങ്ങനെ സാധാ ഒരു ലൈഫ് ജീവിച്ചു പോവുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യാനുള്ള കാര്യം എന്ന് പറഞ്ഞാല്, അപ്പൊ ഇത് എനിക്കൊരു പാഠം. അപ്പൊ ഞാൻ പറഞ്ഞു, എന്തായാലും നിങ്ങളെ പോലെ ഞാൻ സ്വർണവും പണവും ഒന്നും എവിടെയും കൊണ്ട് നിക്ഷേപിച്ചിട്ട് അത് വലുതാക്കാൻ ശ്രമിക്കില്ല. എന്നിട്ട് ഞാൻ കിട്ടുന്ന ക്യാഷ് കംപ്ലീറ്റ് പഠിക്കാനാണ് ശ്രമിച്ചത്. എന്റെ സെൽഫിനെ ഇമ്പ്രൂവ് ചെയ്യാനാണ് ഞാൻ ചെയ്തു. കാരണം പാരന്റ്സിന്റെ അടുത്തായിരുന്ന സമയത്ത്, അന്നെന്നൊക്കെ പറഞ്ഞാൽ വിവാഹം കഴിച്ചു കൊടുക്കുക, വിവാഹത്തോടു കൂടി അവര് എല്ലാം തീർന്നു, അവരുടെ ലൈഫ് സെറ്റായി എന്ന് വിചാരിക്കുന്നവരായിരുന്നു. നല്ലൊരു ചെറുക്കനെ കണ്ടുപിടിച്ച് കെട്ടിക്കണം. അതായിരുന്നു അന്നത്തെ പാരന്റ്സിന്റെ ഏറ്റവും വലിയ ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിവാഹം കഴിപ്പിച്ചയച്ചു. പക്ഷെ അവിടെ നമ്മൾ എന്ത് ചെയ്തു? സാധാരണ ഒരു വീട്ടമ്മയായി, നല്ലൊരു മരുമകളായി ഒക്കെയാണ്, ഒരു കുട്ടികളുടെ അമ്മയായി ആ കുട്ടികളെ വളർത്തുന്നു, അതൊക്കെ ശരിയാണ്. പക്ഷെ ഇവിടെ നമ്മൾ ഒന്നും നേടിയിട്ടില്ല. നമ്മളെന്ന് പറയുന്ന വ്യക്തി ഒന്നും നേടിയെടുത്തിട്ടില്ല. പക്ഷെ അതിനൊക്കെ ശേഷമാണ്, ശരിക്കും പറഞ്ഞാൽ ഒരു 10-30 വയസ്സൊക്കെ ആയി കഴിയുമ്പോഴാണ് നമുക്ക് ബോധം ഉണ്ടാവുന്നത്. പലരും ചിലപ്പോ പാരന്റ്സിന്റെ തന്നെ ശിക്ഷണത്തിൽ അവർ സെറ്റിൽ ആയി കാണും. അപ്പോ ഇവിടെ പിന്നീട് നേടിയെടുത്ത സംഭവങ്ങളാണ് ഇതൊക്കെ. അന്നൊന്നും കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനം നമുക്കില്ല. തളർന്നു പോവും പലപ്പോഴും. പല വാക്കുകൾ കേൾക്കുമ്പോൾ, ഇപ്പോ ഇത്തരത്തിലുള്ള വാക്കുകളൊക്കെ കേൾക്കാറില്ല. കാരണം നമ്മള് ഒരു സക്സസിന്റെ ആ ഒരു പീക്ക് ലെവലിൽ എത്തി നിൽക്കുന്ന സമയത്ത് ഒരാൾ നമ്മളെ മാനസികമായിട്ട് വേദനിപ്പിക്കാൻ വരൂല എന്നുള്ളതാണ്. അവിടെ നമുക്ക് സന്തോഷം തരാൻ ആളുകൾ ഇങ്ങോട്ട് വരും, അല്ലേ? ഇപ്പൊ തന്നെ ക്ലാസ്, ജാസ്മിൻ മാമിന്റെ ക്ലാസ് ആണല്ലേ, എന്നാ ഇന്ന് നോക്കാം, ഇന്ന് പങ്കെടുക്കാം എന്ന് പറഞ്ഞിട്ട് വരുന്ന ആൾക്കാരുണ്ട്. എന്നെ അറിയാത്ത ആൾക്കാർ വരെ ഞങ്ങളെ ക്ലാസ് ഞാൻ കേട്ടിട്ടുണ്ട്, ജാസ്മിൻ മാം അല്ലേ എന്ന് പറയുമ്പോൾ പലപ്പോഴും അത്ഭുതവും സന്തോഷവും തോന്നാറുണ്ട്. അപ്പൊ ഇതൊക്കെയാണ് സക്സസ് ജേർണി. പക്ഷെ അന്ന് എനിക്ക് ഇതൊന്നും ഇല്ലായിരുന്നു. അന്ന് എന്നെ ആർക്കും അറിയില്ല, എനിക്ക് ക്ലാസ് എടുക്കാൻ അറിയില്ല. ഒരു ഓഡിയൻസിന്റെ മുന്നിൽ വന്നിരുന്നാൽ വിറച്ചിട്ട് കൈ, ഓപ്പൺ ജിസ്റ്റേഴ്സ് ഒന്നും അവിടെ വരില്ല. അവിടെ ഈ കൈ ഇങ്ങനെ കൂട്ടി തിരുമ്മലേ ഉണ്ടാവുള്ളൂ. വാക്കുകളൊക്കെ യാദൃശ്ചികമായിട്ട് എന്തെങ്കിലും വരുന്നുണ്ടാവും. അവിടെ ഈ പോയിന്റ് ഒന്നും പറയില്ല, എന്തൊക്കെയോ പറഞ്ഞ് അങ്ങ് രക്ഷപ്പെടുകയാണ്. ഫസ്റ്റ് ക്ലാസ് ഒക്കെ എന്ന് പറഞ്ഞാൽ എന്താണ് സംസാരിക്കേണ്ടത്, എവിടെ നിന്നാണ് തുടങ്ങേണ്ടതെന്നൊന്നും അറിയില്ല. ഇപ്പൊ അറിയാം. നമ്മൾ ക്ലാസ് എടുക്കുന്നതിന്റെ ആ ഒരു അതിന്റെ ഒരു ഹെഡ് വേണം, അതിനൊരു ബോഡി വേണം, അല്ലെ? ആ ബോഡിയിൽ തന്നെ നമ്മൾ കൗണ്ടബിൾ സിസ്റ്റത്തിൽ കാര്യങ്ങൾ പറയണം എന്നൊക്കെ പഠിച്ചു കഴിഞ്ഞു. അത് ഇംപ്ലിമെന്റ് ചെയ്തു, അവിടെ സക്സസ് ആയി. ഇതൊന്നും ഒറ്റ ദിവസം കൊണ്ട് കിട്ടിയതല്ല കേട്ടോ. വർഷങ്ങളുടെ ഒരു പ്രയത്നം അതിനകത്തുണ്ട്. ഇനി പെട്ടെന്ന് കിട്ടുകയും ചെയ്യും, പെട്ടെന്ന് കിട്ടുകയും ചെയ്യും. എങ്ങനെ? നമുക്ക് നേടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞ് അങ്ങ് എടുത്തങ്ങ് ചാടുക, അത്രയല്ലേ. മനസ്സിലായില്ലേ? കൈകാലോട്ട് അടിച്ച് നീന്തി കരയ്ക്ക് കയറാം, അല്ലേ? അല്ലെങ്കിൽ താരുമ്പോഴത്തേക്ക് ആരെങ്കിലും ഒക്കെ ഒന്ന് രക്ഷിച്ച് കരക്കിടുമ്പോ കുറെ കാര്യങ്ങൾ പിടികിട്ടും, അല്ലെ? പഠിക്കാതെ എടുത്ത് ചാടാൻ പാടില്ല എന്നുള്ളൊരു പാഠം അവിടെ കിട്ടും. അപ്പൊ തുടങ്ങുക. ഇപ്പൊ നിങ്ങൾ പോയിട്ട് ഈ ക്ലാസ് കേട്ടിട്ട് ഉറങ്ങണം എന്നാണ് നിങ്ങൾ തീരുമാനിച്ചിട്ടാണ് വന്നതെങ്കിൽ,
ആ തീരുമാനം മാറ്റുക. ഒരു ഡയറി എടുക്കുക, പേന എടുക്കുക, എന്താണ് എന്റെ ഗോളും ചിലപ്പോൾ കണ്ടെത്താൻ പറ്റില്ല. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുക, എന്തായിരിക്കും എന്റെ ഗോൾ. അപ്പൊ തന്നെ ഈ ആ ഗോളിനെ കുറിച്ച്, ഗോൾ എന്താണെന്ന് അറിയില്ല, അപ്പൊ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് തന്നെ എന്താണ് വരുന്നത്, നമുക്ക് കുറെ മോശം ചിന്തകൾ നമ്മളിൽ നിന്ന് പോകും. കാരണം എന്താണ്, നമുക്ക് നമ്മുടെ ഗോൾ കണ്ടെത്തണം. അപ്പൊ അതിനാണ് ചിന്ത മൊത്തം, അല്ലെ? പിന്നെ എപ്പോഴും ഒരു ഫ്ലാഷ് ബുക്ക് നമ്മൾ കയ്യിൽ കരുതിയിരിക്കണം. അത് കഴിഞ്ഞ കുറെ കാലങ്ങളായിട്ട് ഞാൻ പറയുന്ന കാര്യമാണ്. എപ്പോഴും നമുക്ക് നോട്ട് തയ്യാറാക്കാനും നമ്മൾ മൈൻഡിലൂടെ വരുന്ന കാര്യങ്ങൾ എഴുതി വെക്കാനൊക്കെ നമുക്കൊരു ബുക്ക് വേണമെന്നുള്ളത് എപ്പോഴും പറയാറുള്ള കാര്യമാണ്. അതുപോലെ തന്നെയാണ് ഇപ്പോഴും പറയുന്നത്. അത് നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ട്സുകളൊക്കെ എഴുതി വെക്കുക. എന്നിട്ട് അത് കൂട്ടി വായിക്കുമ്പോൾ ഏകദേശം നമുക്കൊരു രൂപം കിട്ടും, നമ്മൾ എന്തായി തീരണം എന്നുള്ളത്. പിന്നെ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ആഗ്രഹം കാണും, വെറും ഒരു ആഗ്രഹമായിരിക്കും. ആഗ്രഹം ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും നമുക്ക് എനിക്കൊരു ഡോക്ടർ ആവണം എന്ന് പറഞ്ഞ് ഇരുന്നത് കൊണ്ട് കാര്യമില്ല. അതൊരു കത്തുന്ന ഒരു ആഗ്രഹമാക്കി മാറ്റുന്നത്, ഒരു ബേണിംഗ് ഡിസയർ ആക്കി മാറ്റുമ്പോഴാണ് നമുക്ക് അതിലേക്കുള്ള ലക്ഷ്യങ്ങൾ കണ്ടെത്തുന്നത്, ആ ജേണിയിലേക്ക് പോകുന്നത്. ഇതുപോലെ പിന്നെ നമുക്ക് ഇവിടെ ഫിസിക്കൽ ഡിസിപ്ലിൻ വരും, നമുക്ക് മെന്റൽ ഡിസിപ്ലിൻ നമ്മൾ കീപ്പ് ചെയ്യും, അല്ലെ? ഇപ്പൊ മോർണിംഗ് ക്ലാസ്സിൽ വന്നിരിക്കുക, ക്ലാസ്സുകൾ എടുക്കുക, അല്ലെ? സജന മാം എന്നും ഉണ്ടാവും. പക്ഷെ ഈ സമയത്തൊക്കെ ഞാൻ എന്ത് ചെയ്യും, ഇപ്പൊ ഞങ്ങളുടെ മര്യാദയ്ക്ക് ഇരുന്ന് ക്ലാസ് എടുക്കുന്നത് ഞായറാഴ്ച ഉണ്ടാവും. പക്ഷെ ഈ ഞായറാഴ്ച ഒരു ദിവസം എനിക്ക് അവധി കിട്ടുന്നു. അവധി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, കുട്ടികൾക്ക് സ്കൂളിൽ പോകണം, 7 മണിയാകുമ്പോൾ മോക്ക് പോകണം, ഫുഡ് ഉണ്ടാക്കണം. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞ് ഇവരുടെ ഈ നമ്മള് ഓ നമസ്കാരം കഴിഞ്ഞ് അവിടെ ഇരുന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെറിയൊരു ഡീപ്പ് ബ്രീത്തിങ് എടുക്കും. ഇപ്പൊ കണ്ണ് തുറന്നിരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്തൊരവസ്ഥയിലേക്ക് വന്നു. എന്തുകൊണ്ടാ? അത് ചെയ്ത് 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 നമുക്ക് അതിന്റെ ഹരം കിട്ടിക്കഴിഞ്ഞു, അല്ലെ? നമുക്ക് അതൊക്കെ ആയിരിക്കണ നമ്മള് ലഹരി, അല്ലെ? ഒരു കള്ള് കുടിക്കണം എന്ന് തോന്നുന്ന ഒരാൾ ഓടിപ്പോയി ഒരു ഗ്ലാസ് പച്ചവെള്ളം കുടിക്കാൻ അയാൾക്ക് തോന്നുന്നെങ്കിൽ അത് തന്നെയാണ് നമ്മളെ ഏറ്റവും വലിയ ലഹരി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു നിമിഷ നേരത്തേക്ക് വേണ്ടിയിട്ട്, സുഖത്തിന് വേണ്ടിയിട്ട്, അല്ലെ? നമുക്ക് ഉറക്കം ഒഴിയാൻ തോന്നും. നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്യം വരുന്ന സമയത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ ഉറക്കം ഒഴിയും, അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കും. ഇപ്പൊ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ രാവിലെ 10 മണി മുതൽ എനിക്കൊരു കുട്ടി ക്ലാസ്സിനുണ്ട്, ഗൾഫിൽ നിന്നാണ്. അപ്പൊ ഒന്നും അല്ലാതിരുന്ന ഞാൻ, വെറും ഒരു വീട്ടമ്മ മാത്രമായിരുന്നു ഞാൻ. ഇപ്പം അഭിമാനത്തോടു കൂടിയാ പറയുന്നത്, എനിക്ക് ഒരു കുട്ടിയുണ്ട്, അതിനെ പബ്ലിക് സ്പീക്കിംഗ് റെഡിയാക്കി കൊടുക്കണം. ആ കൊച്ചിനെ കൊണ്ട് ഞാൻ PPT റെഡിയാക്കി, പവർ പോയിന്റ് പ്രസന്റേഷൻ ഉണ്ടാക്കി കൊടുപ്പിച്ചു. അപ്പൊ ഞാൻ ഇത് പഠിച്ചു. ഒരു ടെക്നിക്കൽ സ്കില്ലും ഇല്ലാതിരുന്ന ഞാൻ ഒരു ലാപ്ടോപ്പ് സ്വന്തം പൈസക്ക് വാങ്ങി, അത് പഠിച്ചു. അത് ആ കുട്ടിയെ ഞാൻ ഒരു വാട്ട് ഈസ് കമ്മ്യൂണിക്കേഷൻ, എന്താണ് കമ്മ്യൂണിക്കേഷൻ, ഇമ്പോർട്ടൻസ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞിട്ട് അതിന്റെ ആ PPT റെഡിയാക്കി. ഇനി ആ മോളെ കൊണ്ട് എനിക്ക് പുറത്ത് ക്ലാസ് എടുപ്പിക്കണം. അവൾക്ക് കോൺഫിഡന്റ് ഇല്ല സംസാരിക്കാൻ. ഇതുപോലെ ഒരു മോർണിംഗ് സർക്കിളിലോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ക്ലാസ്സിലോ ആ മോളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കണം എനിക്ക്. കൊച്ചുകുട്ടിയാണ്, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയാണ്. പക്ഷെ ആൾ കാണുമ്പോൾ ഇത്തിരി മെച്യൂരിറ്റി ഒക്കെ ഉണ്ട്, നല്ല മോളാണ്. അപ്പൊ അവള് അങ്ങനെ കുറെ കാര്യങ്ങൾ. അപ്പൊ ആ കുട്ടിക്ക് കോൺഫിഡൻസ് ഉണ്ടാക്കി കൊടുക്കുക, അവളെ കൊണ്ട് ക്ലാസ് എടുപ്പിക്കുക, അവളെ സംസാരിപ്പിക്കുക. ഒറ്റയ്ക്കാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ ഞാൻ പറയും, മോൾ ഓഡിയൻസിന്റെ മുന്നിൽ സംസാരിക്കണം. അപ്പൊ ഞാൻ പറയുമ്പോൾ തന്നെ ആ ഭയം ഉണ്ടെങ്കിലും ചെയ്തേ പറ്റൂ എന്നുള്ളൊരു, അവിടെ സെൽഫ് ആയിട്ടുള്ള ഒരു മാസ്റ്ററി അല്ല, മാസ്റ്ററായിട്ട് ഇവിടെ ഞാനുണ്ട്. അവളെ മൈൻഡ് ബോഡി റെഡിയാക്കി കൊടുക്കാൻ ഒരു മാസ്റ്ററായിട്ട് ഞാനിവിടെ ഉണ്ട്. അപ്പൊ നമ്മൾ പുറത്തുനിന്ന് പുഷ് ചെയ്യാണ് അവിടെ. പക്ഷെ അതിനേക്കാൾ നമ്മുടെ ഉള്ളിൽ ആ പുഷ് വരണമെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഈ ഒരു അവസ്ഥയിൽ ഇപ്പൊ എത്തണം. ഇപ്പൊ ഞാനൊക്കെ എന്നെ സ്വയം പുഷ് ചെയ്യാണ്, ചെയ്യുന്ന പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും. അപ്പോ പിന്നെ വരുന്നത് ഒരു സ്കൂളിലത്തേക്ക് ഒരു ഇത് വന്നു. പക്ഷെ എന്റെ കയ്യിൽ കറക്റ്റ് നോട്ടില്ല. അപ്പൊ അവര് പറഞ്ഞു സോഫ്റ്റ് സ്കിൽ ട്രെയിനർ ആയിട്ടാണ് വരേണ്ടത്. അപ്പൊ അതിന്റെ നോട്ട് ചെയ്യണമെങ്കിൽ കുറച്ച് കൂടുതൽ ഞാൻ പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പൊ അതിന്റെയൊക്കെ ഒരു സെർച്ചിങ്ങും പഠനവും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നടക്കണം. പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് വരിക എന്നുള്ളതാണ്. നമ്മള് ഇപ്പോൾ എടുക്കുന്ന ക്ലാസ്, കുറെ ആൾക്കാർ ടൈം മാനേജ്മെന്റിനെ പറ്റി ക്ലാസ് എടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും. ഇപ്പൊ മൈൻഡ് സെറ്റ് ഇപ്പൊ ഗ്രോത്ത് മൈൻഡ് സെറ്റ്, ഫിക്സഡ് മൈൻഡ് സെറ്റ് നമ്മൾ കേട്ട് മടുത്ത് പഴകി കളഞ്ഞ കാര്യങ്ങളാണ്. പുതിയ പുതിയ കാര്യങ്ങൾ കൊണ്ടുവരും. അപ്പൊ ഈ ഒരു സോൾജിയർ മൈൻഡ് സെറ്റിലേക്ക് നമ്മൾ എത്തുന്ന സമയത്തും നമുക്ക് മാനുഷിക പരിഗണനകളെ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ഒരിക്കലും വിട്ടുകളയരുത്. മനുഷ്യരൊക്കെ നമ്മൾ വളരുന്നതിനോടൊപ്പം നമ്മുടെ ചുറ്റാകെ നിൽക്കുന്ന ആൾക്കാരും വളരണം എന്നുള്ളൊരു മനോഭാവത്തോടു കൂടി വേണം
നമ്മുടെ മൈൻഡ് ആൻഡ് ബോഡി നമ്മൾ സ്ട്രെങ്തൻ ചെയ്യേണ്ടത്. ഇതൊക്കെ സ്ട്രെങ്ത് ആയി കഴിയുന്ന സമയത്ത് ഒരാൾ റോഡിൽ വീണ് കിടന്നാൽ പോലും നമുക്ക് ഇതൊക്കെ എന്ത് ഞാൻ കുറെ കണ്ടു അങ്ങനെയെന്ന് പറഞ്ഞിട്ട് പോവാണ്ട് നമ്മൾ എന്ത് ചെയ്യാ, അത് കണ്ടാൽ നമുക്ക് പോയി എടുത്ത് അവർക്ക് ഒരു സാന്ത്വനം കൊടുക്കണം. നമ്മുടെ ഇവിടെ ഈ വളവിന്റെ ഇങ്ങനെ കർവാണ് നമ്മുടെ ഈ റോഡ്. അപ്പൊ ഇവിടെ എപ്പോഴും ആക്സിഡന്റ് നടക്കുന്ന സ്ഥലമാണ്. ഈ ആക്സിഡന്റ് നടക്കുന്ന ആൾക്കാർക്ക് കൊടുക്കാൻ വേണ്ടി മാത്രം ഇവിടെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട്. പല സമയത്ത് ഇവർ ഈ കാലിലൊക്കെ മുറിവ് വന്നിട്ട് വെള്ളം ഒഴിച്ച് കഴുകുമ്പോൾ ഇവരെന്ത് ചെയ്യും, ക്യാഷ് കൊണ്ടുവന്ന് കൊടുക്കും. അപ്പൊ പുള്ളിക്കാരൻ ക്യാഷ് വാങ്ങിക്കാറില്ല, വേണ്ടാന്ന് പറഞ്ഞിട്ട് വെള്ളം കൊടുക്കും. അപ്പൊ ഈ ഒരു ബോട്ടില് വെള്ളം ഇദ്ദേഹം ഇറക്കി വെച്ചിരിക്കുന്നതാണ് പലപ്പോഴും ഈ ആക്സിഡന്റുകാർക്ക് കഴുകാനും കുടിക്കാനും ഒക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ബിസിനസ്സിന് അപ്പുറത്തേക്ക് നമ്മളൊരു നല്ല മനുഷ്യനാവുക മാത്രമേ. പക്ഷെ അതിന് പോലും ക്യാഷ് വാങ്ങിക്കുന്ന ആൾക്കാരുണ്ട് കേട്ടോ, എനിക്ക് അങ്ങനെയുള്ള ആൾക്കാരെയും അറിയാം. പിന്നെ ഒരു കടയിൽ പോയി സാധനം വാങ്ങിക്കുന്ന ഒരാള് അത് കണ്ടാല് സ്വന്തം കടയിൽ പറയും ഇവിടെ സാധനം ഇല്ല എന്ന് പറഞ്ഞു വിടുന്നത്, അങ്ങനെയുള്ള ആൾക്കാരും ഉണ്ട്. അങ്ങനെ ഒരു സർക്കിളിലാണ് ഞാൻ ജീവിക്കുന്നത്. പക്ഷെ ഇവിടെയൊക്കെ സത്യം അങ്ങനെ ഉണ്ട്. ഇപ്പൊ ഞങ്ങളുടെ കടയിൽ നിന്ന് ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് ഒരാള് ആ കട പാസ് ചെയ്ത് പോവുകയാണെങ്കിൽ പിന്നീട് അവിടെ പോയി ചോദിക്കുമ്പോഴത്തേക്ക് സാധനം കൊടുക്കില്ല. പിന്നെ കുട്ടികളൊക്കെ പോയിട്ട് ഇപ്പൊ സിപ്പ് ഹോപ്പ് ഒക്കെ വാങ്ങിക്കുന്ന സമയത്ത് ചിലപ്പോൾ അവർക്ക് ഒരു കൊതി തോന്നും, കൊച്ചുമക്കളല്ലേ, ചിലപ്പോൾ ആ 1 രൂപ 2 രൂപ അവരുടെ കയ്യിൽ ഉണ്ടാവൂല, പിന്നെ തരാം എന്ന് പറഞ്ഞിട്ട് പോകുന്ന കുട്ടികൾ. പക്ഷെ അത് എഴുതി വെക്ക പോലുമില്ല. പക്ഷെ അവർ കൊണ്ടുവന്ന് തരും. ആ 2 രൂപ ആണെങ്കിൽ ആ കുട്ടികൾ ഓർമ്മിച്ച് കൊണ്ടുവന്ന് തരും. അപ്പൊ പക്ഷെ ഇതേപോലൊരു കട വളവിലുണ്ട്, അത് പ്രായമുള്ള ഒരാൾ നടത്തുന്നതാണ്. അവിടെ കുട്ടികൾ കടം ചോദിക്കാൻ പോവേയില്ല. അവർക്കറിയാം, അതിന് മുതിർന്നിട്ടില്ല. കിട്ടൂലേ എന്നുള്ളതല്ല, അവർ ചോദിച്ചിട്ടില്ല. കാരണം നമ്മള് കുട്ടികളെടുത്തായാലും മുതിർന്നവരെടുത്തായാലും നമ്മൾ മാനുഷിക പരിഗണനയോട് കൂടി പെരുമാറുകയും വേണം. നമ്മൾ എത്ര നമ്മളെ ബോഡിയെ നമ്മൾ കല്ലാക്കി മാറ്റിയാലും. അപ്പോൾ ആ ഒരു സോൾജിയർ മൈൻഡ് സെറ്റിലേക്ക് വരിക. നമ്മുടെ മൈൻഡ് സെറ്റിനെ ആദ്യം റെഡിയാക്കി എടുക്കുക, പിന്നെ ബോഡി റെഡിയാക്കുക, ബോഡി മൈൻഡും കൂടി ഒരുമിച്ച് റെഡിയാക്കുക, പിന്നെ ഈ പറഞ്ഞ പോലെ അച്ചീവ്മെന്റുകൾ നേടിയെടുക്കുക. ഓക്കെ, അത്രയൊക്കെ ഉള്ളൂ. അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. എന്തായാലും എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം സന്തോഷം, അല്ലെ? എല്ലാ ക്ലാസ്സുകളും പങ്കെടുത്തതിന് ശേഷം നിങ്ങൾ സ്വയം അതിന്റെ ഇത് എഴുതിയെടുക്കുക, പോയിന്റുകൾ എഴുതാൻ നോക്കുക. കിട്ടാത്ത പോയിന്റുകൾ വന്നിട്ട് ഗ്രൂപ്പിൽ ചോദിക്കുക. കാരണം നമുക്കൊരാൾ സ്പൂൺ ഫീഡിങ് പോലെയാണ് നമ്മൾ പോയിന്റുകൾ തരുന്ന സമയത്ത്. അപ്പൊ കുറച്ചൊക്കെ ഓർമ്മിച്ച് എഴുതി നോക്കുക, എന്തൊക്കെ സാധനമായിരിക്കും പറഞ്ഞത്. അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഓർമ്മിച്ച് എഴുതി എടുക്കുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ അവിടെ വരുന്നുണ്ട്. കാരണം നമ്മുടെ ബ്രെയിൻ വർക്ക് ചെയ്യണം അവിടെ, മനസ്സിലായില്ലേ? അപ്പൊ അത് എഴുതിയെടുക്കുക. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ ഇന്നൊരു ക്ലാസ്സിൽ പങ്കെടുത്തു, അപ്പൊ എനിക്ക് ഇങ്ങനെയുള്ള കാര്യം, അത് കേട്ടിരിക്കുന്നവരോടായിരിക്കണം. ഇനി കേട്ടിരിക്കുന്നില്ല, നമ്മളെ കളിയാക്കിയാലും ആ കളിയാക്കല് അതൊരു ചലഞ്ചസ് ആണ്, അത് ഏറ്റെടുക്കാൻ തയ്യാറാണ്. ഓക്കെ, അപ്പൊ ചലഞ്ചുകൾ വരുമ്പോ തളരരുത് രാമൻകുട്ടി, തളരരുത്. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. നമുക്ക് ഇനി വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു. താങ്ക് യു. ഓക്കെ, മാം, നല്ല ക്ലാസ് ആയിരുന്നു. നല്ല പ്രസന്റേഷൻ ഒക്കെ ആയിരുന്നു. താങ്ക് യു മാം. ഇൻസ്പയറിംഗ് ക്ലാസ് ആയിരുന്നു മാം. താങ്ക് യു. നിങ്ങളുടെ ഈ ഒരു താങ്ക് യു മാം. വെരി ഇൻസ്പയറിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ് ക്ലാസ്. അടിപൊളി ക്ലാസ് ആണ്. അത് തന്നെ. താങ്ക് യു മാം. നിങ്ങൾ ഇത് പറയുമ്പോ എനിക്കൊക്കെ മൈൻഡ് സെറ്റിന്റെ പ്രോബ്ലം നന്നായിട്ടുണ്ട്. മീൻസ് ചെയ്യണം എന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അത് മൈൻഡ് സെറ്റിന്റെ പ്രോബ്ലം. അതെ, അതേപോലെ എനിക്കും ഉണ്ട് അങ്ങനെ തന്നെ സെയിം. അതെ, നമ്മളൊരു കാര്യം ചെയ്യാൻ തുടങ്ങുമ്പോൾ മൈൻഡ് അത് റിജക്റ്റ് ചെയ്യും. നമ്മൾ പഠിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു ട്രെയിനിങ് എടുക്കാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മൈൻഡ് അത് റിജക്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഈ പറഞ്ഞ പോലെ എഴുതുക, ഒരു ബുക്ക് എടുത്തിട്ട് എഴുതുക, എനിക്ക് ഇന്ന കാര്യം ചെയ്യണം, അതിന് ഞാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, അതിന്റെ ആൻസർ നിങ്ങൾ സ്വയം കണ്ടെത്തണം. ചെറിയതായിട്ട് തുടങ്ങുക. നമ്മൾ ഇപ്പൊ എൻ്റെ അടുത്ത് അവർക്ക് ഫാഷൻ ഡിസൈനിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, പക്ഷെ അവർക്ക് ഒന്നും അറിയില്ല. അവർ പറയുന്നതെന്ന് വെച്ചാൽ എനിക്ക് ബേസ് പോലും ഇല്ല. അപ്പൊ ഒരു കമ്പനിയെ സമീപിച്ചപ്പോൾ അവർ പറഞ്ഞു ബേസ് മുതൽ പഠിപ്പിച്ചു കൊടുക്കും, 1 വർഷത്തെ കോഴ്സാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 1 വർഷത്തെ കോഴ്സ് എന്ന് പറയുമ്പോൾ അവര് പറയുന്നത് അതുപോലെ ചെയ്ത് പോവുക. അന്ന് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പിറ്റേന്ന് ഒരു ദിവസം അവധിയുണ്ട്, അപ്പോൾ ഓൾട്ടർനേറ്റീവ് ഡേയ്സിലായിരിക്കും ക്ലാസ് വരുന്നത്. അപ്പൊ പിറ്റേന്ന് എന്ത് ചെയ്യുക, വന്നിരുന്നിട്ട് അത് ആ പഠിപ്പിച്ച പാഠഭാഗം തന്നെ പഠിക്കുക. എന്നിട്ട് അത് ആർക്കെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാനായിട്ട്
നോക്കുക. അപ്പോഴ് 2-3 കാര്യങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പഠിച്ച ആ ഒരു സ്റ്റെപ്പ് തന്നെ വീണ്ടും പഠിക്കുന്നു, അത് മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിലൂടെ നമ്മൾ വീണ്ടും പഠിക്കുകയാണ്, നമ്മൾ മാസ്റ്ററായി മാറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ വരുന്നതെന്ന് വെച്ചാല് അത് നമ്മളിപ്പോ നമ്മളെ കയ്യില് കൊണ്ട് ഒരു ചെറിയ സ്റ്റിച്ച് കൈ കൊണ്ട് ചെയ്യാനായിരിക്കും അവര് ആദ്യം പഠിപ്പിക്കുന്നത്. പക്ഷെ നമ്മള് പോയി സെർച്ച് ചെയ്യുന്ന എന്താണ്, ആളുകൾ ഇങ്ങനെ പല പല മോഡൽ ഡ്രസ്സൊക്കെ ഇട്ട് നിൽക്കുന്നൊക്കെ ആയിരിക്കും കാണുന്നത്. അപ്പൊ അതിലോട്ടാണ് നമ്മുടെ മൈൻഡ് കംപ്ലീറ്റ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ഇതിന് എപ്പോഴാ പിന്നെ അത് ചെയ്യാൻ വേണ്ടിയിട്ട് പോയി ഒന്നും അറിഞ്ഞൂടാത്ത നമ്മൾ വേണമെങ്കിൽ ഒരു തുണിയെടുത്ത് വെട്ടിയിട്ട് തയ്ക്കാനൊക്കെ ശ്രമിക്കും. അവസാനം കഴുത്തും കാണൂല, കൈയും കാണൂല, അത് എന്തോ ഒരു രൂപത്തിലൊക്കെ ആയി മാറും. ഉള്ള കോൺഫിഡൻസ് നഷ്ടപ്പെടും. അപ്പൊ ആദ്യമേ എടുത്ത് കുറേ നമ്മളിപ്പം ഈ ലോങ് ജമ്പ് ഞാനേ പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് അത്ലറ്റ് ആയിരുന്നു. അതായത് എനിക്ക് അതിനുള്ള കഴിവൊന്നുമില്ലായിരുന്നു. പക്ഷെ നമ്മൾ ഈ പാടവരമ്പത്താണ് താമസിക്കുന്നതൊക്കെ. അപ്പൊ എന്ത് ചെയ്യുമെന്ന് അറിയോ, ഈ കുറേ ഡിസ്റ്റൻസ് ഉള്ള ഈ ചാലുകളുണ്ട്, തോടുകൾ. അപ്പൊ അവിടെ നമ്മള് ഇങ്ങനെ കളിക്കാൻ പോകുന്ന സമയത്ത് ഓടിക്കൊണ്ട് പോയിട്ട് ഇപ്പുറത്തെ ചാലിൽ നിന്ന് അപ്പുറത്തെ ചാലിലേക്ക് എടുത്ത് ചാടും. ഇപ്പുറത്തെ കരയിൽ നിന്ന് അപ്പുറത്തെ കരയിലേക്ക് ചാടും. അപ്പൊ അങ്ങനെ ചാടി ചാടി ചിലപ്പോഴൊക്കെ വെള്ളത്തിലൊക്കെ വീഴും. ഭയങ്കര കോമഡി ആയിരുന്നു. നമുക്ക് കുട്ടിക്കാലം നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അപ്പൊ പക്ഷെ ഇന്നത്തെ മക്കൾക്ക് അതൊന്നും ഇല്ല. അവരൊരു റോബോട്ട് പോലെ വരുന്നു, വണ്ടിയിൽ കയറുന്നു, സ്കൂളിൽ പോകുന്നു, തിരിച്ചു വരുന്നു, അങ്ങനെയുള്ളൂ. പക്ഷെ നമുക്കൊക്കെ പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പൊ അന്ന് ഞാൻ എന്റെ മാസ്റ്റർ പറഞ്ഞ ഞാൻ തന്നെയായിരുന്നു. ഈ ഒരു സ്ഥലത്ത് ഈ ചാലിലൊക്കെ ഓടിയിട്ട് ഇങ്ങനെ എടുത്ത് ചാടി അങ്ങനെയൊക്കെയാണ് ഞാൻ ഹൈ ജമ്പ്, ലോങ് ജമ്പൊക്കെ ഇതാവുന്നത്. ലോങ് ജമ്പിനൊക്കെ ഉണ്ട്. അപ്പൊ ഒരു മുസ്ലിം കുട്ടി ലോങ് ജമ്പില് അന്ന് കൊച്ചുകുട്ടിയായിരുന്നു. 7 ക്ലാസ് 8-ാം ക്ലാസ് വരെയൊക്കെ ഞാൻ. പിന്നെ 9ഒക്കെ ആയപ്പോഴത്തേക്ക് നിർത്തി. കാരണം കുറച്ച് വളർന്നല്ലോ. അപ്പൊ ഗേൾസ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് എന്ത് കാണിക്കാലോ. അങ്ങനെ ഞാന് ലോങ് ജമ്പിന്റെ ഹൈ ജമ്പിന്റെ അതിന്റെ ഇത് എന്റെ കയ്യിലുണ്ട്. പക്ഷെ കുറച്ചൊക്കെ നശിച്ചു പോയി, കുറെ ഭാഗമൊക്കെ അത് ചെതലരിച്ചൊക്കെ പോയി. അപ്പൊ എന്റെ ഉമ്മ അതെടുത്ത് സൂക്ഷിച്ചു വെച്ചിരുന്നു. അപ്പൊ ഇപ്പൊ ഞാൻ പോയപ്പോ എനിക്ക് അതെടുത്ത് തന്നു. അപ്പൊ എന്റെ മക്കളെ ഹസ്ബൻഡ് ഞാൻ അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഇവര് വിശ്വസിക്കില്ല. അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, ഈ ഒരു സർട്ടിഫിക്കറ്റ് എടുത്ത് കാണിച്ചു കൊടുത്തു. ലോങ് ജമ്പ് ഫസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. പക്ഷെ ഈ കിടങ്ങുകൾ പോലത്തെ ചാലുകൾ ചാടി ചാടി നമ്മൾ കളിച്ചാണ് എന്റെ ഇത് ഞാൻ റെഡിയായി. പക്ഷെ ഇപ്പൊ എനിക്ക് പറ്റൂല. ഇപ്പം എന്ന് പറയുന്നത് നമ്മുടെ ബോഡി എന്റെ മൈൻഡിനനുസരിച്ച് വഴങ്ങൂല. ഒന്ന് ഇവിടെ നമുക്ക് അപ്പുറത്തേക്ക് ചാടി ഒന്നുകിൽ നടുവെട്ടി പിടിക്കും. പിന്നെ ഓടാൻ പറ്റില്ല. ഓടാൻ പറ്റുന്ന ഇപ്പൊ ഓടുന്ന സമയത്ത് നമുക്കിപ്പോ സ്ത്രീകൾ ഒരു പ്രസവം കഴിയുമ്പോൾ വയറൊക്കെ ചാടി ഈ ഹിപ്പിന്റെ ഭാഗത്തൊക്കെ ഭയങ്കരമായിട്ട് ഇതാവും, വണ്ണം വെക്കും. അപ്പൊ നമുക്ക് ഒരിക്കലും പക്ഷെ നമ്മൾ വർക്കൗട്ട് ചെയ്താൽ നമുക്ക് നേരെയാക്കി എടുക്കാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മുടെ മനസ്സിനനുസരിച്ച് നമ്മുടെ ബോഡി വഴക്കില്ല. അന്ന് അത് ആവുമായിരുന്നു. എന്തുകൊണ്ടാ? ഈ ഡെയിലി ഉള്ള ഈ ചാട്ടം ഓട്ടം ബഹളം. പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മള് എന്റെ ഉമ്മായൊക്കെ പറയും പിള്ളേർക്ക് നടക്കാൻ അറിഞ്ഞൂടാന്ന് പറയും. നമ്മൾ ഓട്ടമാണ്. ഓട്ടം എന്ന് പറഞ്ഞാൽ കുന്നിൻ ചെരുവ് പോലത്തെ സ്ഥലമാണ്. അവിടെ നിന്നൊക്കെ ഒരൊറ്റ ഓട്ടം ഓടിക്കൊടുത്താല് താഴെ പോയിട്ട് നിൽക്കുള്ളൂ. പക്ഷെ ഇന്നാണെങ്കിലോ, ഇന്ന് അങ്ങനെ ഓടാൻ പറ്റുമോ? ഇല്ല. കാരണം ഈ വീടിനകത്ത് മാത്രം ഈ നിരന്ന തറയിൽ ഇങ്ങനെ നടന്നും പോയി എന്നൊക്കെ നമുക്കിപ്പോ പഴയ ആ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ പിടിച്ചൊക്കെയാണ് നമ്മൾ കയറി പോകുന്നത്. പക്ഷെ നമ്മളെക്കാളും പ്രായമുള്ള ആൾക്കാർ ഇപ്പോഴും അതുവഴി ആ കുന്നും മലകളും ഒക്കെ കയറി പോവാറുണ്ട്. അവർക്ക് അതൊരു ഡിഫിക്കൽറ്റി അല്ല. പക്ഷെ നമുക്കിപ്പോ ആണ്. കാരണം നമ്മൾ അവിടെ നിന്ന് മാറി ഇവിടേക്ക് വന്നതിന് ശേഷം നമ്മളിപ്പോ സിറ്റി ലൈഫാണ്. അപ്പൊ ഇനി അങ്ങോട്ടേക്ക് പോകുമ്പോഴത്തേക്ക് നല്ല കാടും മലയും നല്ല ഒരു ഏരിയ ഒക്കെയാണ് അവിടെ. അപ്പോ ആ ഒരു സ്ഥലത്ത് താമസിച്ചിരുന്നതിന്റെ ആ ഗുണങ്ങളൊക്കെ നമുക്ക് ഇപ്പോഴും ഉണ്ട്. പല ജാതി മതത്തിൽപ്പെട്ട ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പൊ അവരുമായിട്ടൊക്കെ മിങ്കിൾ ചെയ്ത് ഭയങ്കര രസമായിരുന്നു അന്നത്തെ ആ ഒരു കാലഘട്ടം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ അതൊക്കെ എന്താണ് പെട്ടെന്ന് കിട്ടിയതൊന്നുമല്ല. ഈ കളിച്ചും ഈ കളിയിലൂടെ നേടിയെടുത്ത സാധനമാണ് അതൊക്കെ. പിന്നെ റിലേയിലൊക്കെ നിന്നാലും ഞാൻ തോറ്റു പോവാറുണ്ട്. കാരണം ബ്രീത്തിങ് കൺട്രോൾ ഒന്നും കിട്ടാതെ വരും. പക്ഷെ ലോങ് ജമ്പ് ഹൈ ജമ്പ് ഒക്കെ ഞാൻ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ കുട്ടികൾ തമ്മിൽ കമ്പൊക്കെ ഇങ്ങനെ പിടിച്ചു വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പൊ എന്തും ഇതുപോലെ ഒരു കളി മൈൻഡ് സെറ്റിലേക്ക് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അത് അച്ചീവ് ചെയ്യാനായിട്ട് ഹാപ്പിനെസ്, അത് ഓരോ മൈൽ സ്റ്റോൺ. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ സ്റ്റിച്ചിങ് പഠിക്കുമ്പോൾ കൈ കൊണ്ടായിരിക്കും ആ ഒരു ദിവസം തയ്ക്കുന്ന സാധനം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, അത് കണ്ടിട്ട് നമ്മൾ ഇത്രയും ഞാൻ ചെയ്തു എന്ന് സന്തോഷിക്കാം.
കൃത്രിമമായിട്ട് സന്തോഷം ഉണ്ടാക്കിയെടുക്കുക. അങ്ങനെ കുറെ സന്തോഷം കുറെ ദിവസം ഇങ്ങനെ നമ്മൾ ചെയ്തിട്ട് ഇത് കണ്ട് ഇങ്ങനെ സന്തോഷിക്കുമ്പോൾ നമുക്ക് അച്ചീവ്മെന്റ് നേടിയെന്നതായിട്ട് നമുക്ക് തന്നെ ഫീൽ ചെയ്യും. ഇതെല്ലാം നമ്മൾ ഈ വലുതിലോട്ടാണ് പോകുന്നത് ആദ്യമേ. തലയും കുത്തി താഴെ കിടക്കും അല്ലേ? അപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ എവറസ്റ്റ് ഒക്കെ കയറണമെങ്കിൽ തന്നെ താഴെന്ന് കയറണം. അവിടെ ബേസ് ക്യാമ്പ് എന്ന് പറയുന്ന സാധനം ഉണ്ട്. അവിടം വരെ നമുക്ക് ട്രെയിനിങ് കിട്ടിക്കൊണ്ടേയിരിക്കും. ബോഡിയും മൈൻഡും സ്ട്രെങ്തൻ ചെയ്തുകൊണ്ടിരിക്കും. അതിനുശേഷമാണ് നമ്മൾ അവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി വിടുന്നത്. അപ്പൊ അത്രയും നമ്മൾ പെട്ടെന്നൊന്നും ഓടിപ്പോയി കയറാൻ പറ്റില്ല. അത്രയ്ക്കും മനസ്സും ശരീരവും റെഡി ആക്കണം. അതുപോലെ തന്നെയാണ് ഈ സെൽഫ് മാസ്റ്ററി നമ്മൾ ഒന്ന് പ്രാക്ടീസ് ചെയ്യണം. മനസ്സിലായില്ലേ? സെൽഫ് മാസ്റ്ററി, ഡിസിപ്ലിൻ, അതൊന്ന് നമ്മൾ ചെയ്യണം. അതിന് ഒരു ഡയറി വേണം, ബുക്ക് വേണം, പെന്ന് വേണം. ഞാനൊക്കെ എഴുതണ ചിന്തിച്ചാവും. ഇതൊക്കെ തന്നെ ഇത് ഇത്രയും എന്റെ ഒരു സക്സസ് ജേണിയെ കുറിച്ച് ഞാൻ എഴുതുന്നതാണ്. ഇപ്പൊ തന്നെ കുറെ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ ഇതൊക്കെ വെറുതെ പറയുന്നതല്ല, ഇതൊക്കെ നമ്മൾ ചെയ്ത് നേടിയെടുക്കുന്നതാണ് അല്ലേ? കുറെ സംഭവങ്ങളുണ്ട്. മാം പറഞ്ഞു. ഹലോ മാം എനിക്കൊരു ഹലോ കാര്യം ഹലോ ഉം. ഹലോ പറഞ്ഞോളൂ, കേൾക്കുന്നുണ്ട്. നമ്മള് മനസ്സിന്റെ ചതിയിൽ കുടുങ്ങി പോകരുത് എന്ന് പറഞ്ഞല്ലോ. ഉം. അതുപോലെ തന്നെയാണ് നമ്മുടെ സാഹചര്യങ്ങളുടെ ചതിയിലും നമ്മൾ കുടുങ്ങരുത്. കാരണം എന്താന്ന് വെച്ചാല് നമ്മൾ എന്തെങ്കിലും നല്ലൊരു കാര്യം ചെയ്യുമ്പോൾ നമുക്ക് നെഗറ്റീവ് എനർജി തന്നുകൊണ്ട് നമ്മളിങ്ങനെ അതിന് ബ്ലോക്ക് ചെയ്യുന്ന കുറെ സാഹചര്യങ്ങളുണ്ട്. ഉദാഹരണമായിട്ട് പറയാം, ഞാനിപ്പോഴും പലതും പഠിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്ക് വ്യക്തമായിട്ടുള്ളൊരു ഗോൾ ഉണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ സ്വയം അപ്ഡേറ്റ് ആവും, നമുക്ക് മറ്റുള്ളവർക്ക് വെളിച്ചം കൊടുക്കാൻ പറ്റും. പക്ഷെ പലരും പറയുമോ ഇനിയിപ്പോ എന്താ, നീ എന്തിനാണ് എന്നൊക്കെ പറയുമ്പോൾ നമ്മളിൽ ഒരു നെഗറ്റീവ് എനർജിയാണ് അവർ തരുന്നത്. ഇതുകൊണ്ട് യാതൊരു കുഴപ്പമില്ല. നമ്മൾ കുറെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ടോ നമ്മൾ എന്തെങ്കിലും പഠിക്കുന്നതുകൊണ്ടോ ആർക്കും ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മളോട് പലരും ഫ്രണ്ട്സൊക്കെ പറയാ ഇനിയിപ്പോ എന്താ, എനിക്ക് ഇനിയും മതിയായില്ലേ എന്നൊക്കെ പറയുമ്പോൾ പിന്നെ നമ്മള് ഒരു നെഗറ്റീവ് എനർജി പാസ് ചെയ്യുന്നുണ്ട് നമ്മള്. അപ്പൊ മാഡം പറഞ്ഞതുപോലെ മനസ്സിന്റെ ചതി കുടുങ്ങാതിരിക്കുന്ന പോലെ തന്നെ നമ്മൾ ഇത്തരം ചതിയിലും കുടുങ്ങാതിരിക്കാം എന്നൊരു അഭിപ്രായമാണുള്ളത്. പിന്നെ ക്ലാസ് വളരെ ഞാനും നന്നായിരുന്നു. ഒക്കെ ക്ലാസ് വളരെ നന്നായിരുന്നു. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ആ പറയുക എന്ന് മാത്രമല്ല, പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യാനും കൂടെ പറഞ്ഞത് വലിയ ഉപകാരം. ഓക്കെ, താങ്ക് യു. അതെ. ഇപ്പോ ലത്തീഫ് സാറ് പറഞ്ഞത് ഇപ്പൊ ഇങ്ങനെ റിട്ടയർഡ് ആയി, ഇനി നിനക്ക് മതിയായില്ലേ, അടങ്ങിയിരുന്നൂടെ, ഇനി നീ എന്തിനാ ഇങ്ങനെ എന്നൊക്കെ ആൾക്കാർ ഫ്രണ്ട്സ് പറയുമെന്നാണ് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയുമ്പോൾ നമ്മളെ മൈൻഡിനോട് പറയും, സത്യത്തിൽ ഞാൻ ഇപ്പോഴാണ് ജീവിച്ചു തുടങ്ങിയത്, എനിക്ക് ഇനി ഒരുപാട് നേടാനുണ്ട് എന്ന് നമ്മളെ മനസ്സിനോട് പറയാം. അവരോട് പറഞ്ഞാൽ അവരത് അംഗീകരിക്കില്ല, അവിടെ കളിയാക്കുകയും ചെയ്യില്ല. അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനോട് പറഞ്ഞിരിക്കാം. അവർ പറയുന്ന ആ സ്റ്റെപ്പിൽ തന്നെ നമ്മൾ മൈൻഡിനോട് നമ്മൾ പറയാം. ഇങ്ങനെ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. എന്നെ ഇങ്ങനെ കളിയാക്കുന്ന സമയത്ത് ഞാൻ അച്ചീവ് ചെയ്ത് കാണിക്കുമ്പോൾ കാണാം എന്നിങ്ങനെ എന്റെ മനസ്സിനോട് ഞാൻ പറയാറുണ്ട്. ആ സെക്കൻഡിൽ തന്നെ ഞാൻ പറയാറുണ്ട്. അപ്പോഴെനിക്ക് ഫീൽ ഉണ്ടാവില്ല, അത് ഉള്ളിലോട്ട് ഇറങ്ങൂല. കാരണം എനിക്കറിയാം എനിക്ക് നേടിയെടുക്കുമ്പോൾ ഇവര് വാക്കുകൾ മാറും. അപ്പൊ ഇപ്പൊ എന്റെ കസിൻസ് ബ്രദേഴ്സ് ഒക്കെ ഉണ്ട്, ഭയങ്കര കളിയാക്കലാണ് എന്നെ. സത്യം പറഞ്ഞ എന്നെ പറയുന്നത് നിങ്ങൾ കേട്ടോണ്ട് അവരെ വെടിവെച്ചു പോലും, അമ്മാതിരി പറച്ചിലാണ് പറയുന്നത്. അപ്പൊ ഇപ്പൊ പോയപ്പോ എന്നെ ഫീഡ്ബാക്കുകൾ കംപ്ലീറ്റ് ഞാൻ കേൾപ്പിച്ചു കൊടുത്തു. അപ്പൊ അവർക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞു, എത്രയൊക്കെ ചെയ്താലും നിങ്ങൾക്ക് ഭയങ്കര പുച്ഛമല്ലേ നമ്മളെ, ഇപ്പൊ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇതൊക്കെ കാണിക്കാൻ പറ്റുമോ, നിങ്ങളുടെ ഭാര്യമാര് ഇതുപോലെ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ, എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞുണ്ടോ, എപ്പോഴും നമ്മളെ പുച്ഛിക്കുകയാണല്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞ് ശരിക്കും പറഞ്ഞാൽ ഒരു പൊട്ടിത്തെറിയുടെ ഒരു വക്കിലേക്ക് എത്തി. കാരണം പണ്ടൊക്കെ പറയാൻ മിണ്ടാതെ കേട്ടോണ്ടിരിക്കാനേ പറ്റൂ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് പ്രതികരിക്കും. അപ്പോഴവർക്ക് മനസ്സിലായി സംഗതി. ഞാൻ പറയാം, നമ്മുടെ പേഴ്സണൽ ലൈഫ് നമ്മൾ റെഡി ആക്കിയിട്ടുണ്ട്, അതിനോടൊപ്പം തന്നെ നമ്മുടെ പ്രൊഫഷണൽ ലൈഫ് നമ്മൾ സെറ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ ഭാര്യമാർ എന്ത് ചെയ്യുന്നു എന്ന് അങ്ങോട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ എന്നിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് ആ ഗ്രൂപ്പുകളിൽ ഇട്ട് കൊടുത്തപ്പോൾ ഇപ്പോഴാണ് സത്യത്തിൽ നമ്മൾ അംഗീകരിച്ചു തുടങ്ങിയത്. മാം അതുവരെ ഈ കുത്തുവാക്ക് എന്ന് പറഞ്ഞാൽ ഇവിടത്തെ പൊത്തിട്ടിങ് ഇപ്പുറത്തേക്ക് വരും. ഓക്കെ. ആര്യ. ആ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട്. കാരണം വെച്ചാൽ ഞാനിപ്പോൾ സൈക്കോളജി പഠിക്കുന്ന സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ എനിക്ക് ക്ലാസ്സിലൊരു സബ്ജക്റ്റിന് ഇത് സെമിനാർ എടുക്കാനുണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരാൾക്ക് മാത്രമായിട്ടാണെങ്കിൽ പറഞ്ഞു കൊടുക്കുക, ഒരു ഫ്രണ്ടിന് പറഞ്ഞു കൊടുക്കാനാണെങ്കിൽ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ഞാൻ പ്രിപ്പറേഷൻസ് ഒക്കെ സെമിനാറിന് വേണ്ടി ഇഷ്ടം പോലെ നടക്കും. ലാസ്റ്റ് മിനിറ്റ് വരെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്തു, PPT എല്ലാം റെഡിയാക്കി. പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് ക്ലാസ്സിൽ പോകാൻ ഭയങ്കര പേടി. അപ്പോൾ അങ്ങനെ
അപ്പൊ എനിക്ക് പേടിയായിട്ട് ഞാൻ അന്നത്തെ ദിവസം വീട്ടിൽ ഇതായി പോയില്ല. അപ്പോൾ എനിക്കത് റെസ്പോൺസിബിലിറ്റി ഒന്നും ഇല്ലാത്തോണ്ടല്ല, ബട്ട് എനിക്കത് ചെയ്യാൻ സാധിക്കാൻ പലപ്പോഴും പേടി കാരണം പറ്റാറില്ല. അത് കോൺഫിഡൻസിന്റെ ആണോ അതോ ഫിയർ ആണോ, എന്താണത്? ഫിയറും ഉണ്ട്. കോൺഫിഡൻസ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് നമ്മളിങ്ങനെ ചെയ്തു വരുമ്പോൾ കോൺഫിഡൻസ് പതിയെ പതിയെ നമ്മളിലേക്ക് വരും. പ്രാക്ടീസ് മേക്ക് പെർഫെക്റ്റ് എന്നാണല്ലോ. അപ്പൊ മാം, ഇവിടെ ഈ ഞാനില്ല മാം, NSSലൊക്കെ വോളണ്ടിയർ ആയിരുന്നു. അപ്പോഴൊക്കെ എനിക്ക് സഭാകമ്പം ഒന്നും എനിക്കില്ലെന്ന് എനിക്കറിയാം. കാരണം പെട്ടെന്നായിരിക്കും നമ്മുടെ സാറ് വന്നിട്ട് ഒരു വോട്ട് ഓഫ് താങ്ക്സ് പറയാ. അതൊക്കെ എനിക്ക് സാധിക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ, ടീച്ചിങ്ങിനൊക്കെ പോലത്തെയുള്ള ഒരു ഗ്രൂപ്പിന് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു കോൺഫിഡൻസ് ഒന്നും എനിക്കില്ല. കോൺഫിഡൻസ് എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസിലൂടെ കിട്ടും. അപ്പൊ ഇതുപോലൊരു സർക്കിൾ, ഇപ്പൊ എനിക്ക് ഈ പറഞ്ഞ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു ക്ലാസ് എടുക്കാനൊക്കെ പറഞ്ഞാല് എനിക്ക് ആകെ ഇതായിപ്പോയി. ഇപ്പൊ ഇത് തന്നെ ഇന്നലെ പ്രിപ്പയർ ചെയ്ത സാധനമാണ്. ഇന്നലെ പ്രിപ്പയർ ചെയ്തുകൊണ്ടുവന്നാണ്. ലാസ്റ്റ് പോയിന്റ് ഇന്ന് കുറച്ച് മുമ്പ് പ്രിപ്പയർ ചെയ്തതാണ്. അപ്പൊ എന്തെങ്കിലും പുതിയ സാധനം കൊടുക്കാൻ പറ്റുമോ, പുതിയത് കിട്ടുമോ എന്നുള്ളത് ഇപ്പൊ സെർച്ച് ചെയ്ത് അതൊരു ഭ്രാന്തായി മാറി. പക്ഷെ ആദ്യം എന്ത് കൊടുക്കും, ഞാനിനി എന്ത് ചെയ്യും, ഞാനൊക്കെ അങ്ങനത്തെ ഒരു സാധനം വരുന്നു. പക്ഷെ ഇപ്പൊ കൊടുക്കുന്നത് മതിയാവുന്നില്ല. അപ്പൊ ഇവിടെ മാം ചാലഞ്ചസിന്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെയാകുമ്പോ എനിക്ക് ഫസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോൾ എന്തായിരിക്കണം? അപ്പൊ ഒരു ക്ലാസിന്റെ മുമ്പിൽ എടുക്കാനായിട്ടുള്ള അതും കൂടി ഇൻക്ലൂഡ് ചെയ്ത് സംസാരിക്കണം. അത് ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാല് ക്ലാസിന്റെ മുമ്പിൽ ഇപ്പൊ നമുക്ക് സംസാരിക്കണം, അതായിരിക്കണം നമ്മുടെ എയിം, അതാണല്ലോ ഗോള്. എനിക്ക് നന്നായിട്ട് ക്ലാസ് എടുക്കണം. അപ്പൊ ഇവിടെ നിങ്ങൾക്കുണ്ടാകുന്ന സ്ട്രെങ്തും നിങ്ങളുടെ വീക്ക്നെസ്സും എഴുതി വെക്കുക. വീക്ക്നെസ് നമുക്ക് സ്ട്രെങ്തൻ ചെയ്ത് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എന്തെങ്കിലും ഒരു സ്റ്റേജ് ഫിയർ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. കാരണം നമ്മുടെ ക്ലാസ്സുകളിൽ വന്ന പലരും ക്ലാസ്സുകൾ നമ്മൾ ചെറിയ സ്റ്റെപ്പ് മുതൽ വോയിസ് മെസ്സേജസ് ആയിട്ട് എടുക്കാൻ പറയും, പിന്നെ വീഡിയോ ആയിട്ട് എടുക്കാൻ പറയും. വീഡിയോ എടുക്കാൻ പലരും ചെയ്യാറില്ല, അവർക്ക് സമയം കിട്ടാറില്ല. പിന്നെ 10 മിനിറ്റ് നമ്മൾ ഓഡിയൻസിന്റെ മുന്നിൽ എടുക്കാൻ പറയും. അപ്പൊ 10 മിനിറ്റ് എടുക്കുന്ന സമയത്ത് അവർക്ക് ഒരുപാട് തെറ്റുകൾ വരും. ആ തെറ്റുകൾ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഇന്ന ഭാഗത്ത് ക്ലിയർ ചെയ്യണം, ഇന്ന ഭാഗത്ത് ക്ലിയർ ചെയ്യണം. അപ്പൊ അവര് നെക്സ്റ്റ് ടൈമിൽ വീണ്ടും 10 മിനിറ്റ് എടുക്കുക. അപ്പൊ അതിൽ കുറെ പ്രോബ്ലംസ് അവർ ക്ലിയർ ചെയ്യും. പിന്നെ വീണ്ടും അവരെ കൊണ്ട് ചെയ്യിക്കും. അങ്ങനെ അവരെ കൊണ്ട് എന്ത് ചെയ്യും, ഓഡിയൻസിന്റെ മുന്നിൽ ക്ലാസ് എടുപ്പിച്ചുകൊണ്ട് തന്നെ അവരുടെ, അതായത് ഓഡിയൻസ് എന്ന് പറയുന്നത് ക്ലാസ് റൂം. ഇപ്പൊ നമ്മുടെ ഇത് പിമ്പിൾ മോർണിംഗ് ക്ലബ്ബിൽ കുറച്ച് ആൾക്കാരുണ്ടല്ലോ, അപ്പൊ ഇവരുടെ മുന്നിൽ, അപ്പൊ ഇത് പുറത്തുനിന്നുള്ള ഓഡിയൻസ് ആണ്. അപ്പൊ നമ്മുടെ ക്ലാസ് ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിനകത്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ആ ബാച്ചിനകത്ത് തന്നെ ക്ലാസ് 10 മിനിറ്റ് എടുപ്പിക്കും. ആ 10 മിനിറ്റ് എടുക്കുന്ന സമയത്ത് കറക്റ്റ് ടൈമിങ്ങിൽ തീർക്കുന്നുണ്ടോ എന്ന് നോക്കും, ബോഡി ലാംഗ്വേജ് നോക്കും, ഐ കോണ്ടാക്ട് എങ്ങനെയാന്ന് നോക്കും. ഇതെല്ലാം നോക്കിയിട്ട് ട്രെയിനർ തിരുത്തി തരും. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മളെ കൊണ്ട് 10 മിനിറ്റ്, ഇപ്പൊ എടുക്കുന്നവർക്ക് ഒരു ക്ലാസ്സിനൊക്കെ ഓക്കെ ആണ്, അവരെ ടിക്കറ്റ് അങ്ങ് വിടും. അവരെ പിന്നെ 1 അവറിലേക്ക് പുറത്തേക്ക്, ഇപ്പൊ ഇവിടെയൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ക്ലാസ് എടുപ്പിക്കുന്ന പലരും നമ്മുടെ ബാച്ചിൽ കുട്ടികളായിട്ട് വന്നവരാണ്. അവര് നല്ല കോൺഫിഡന്റ് ആയിട്ട് സംസാരിക്കുന്നുണ്ട്. ഞാൻ സാറിന്റെ കോഴ്സ് എടുത്ത്, അതിന് മുന്നേ ഞാൻ ക്ലാസ്സിൽ എടുക്കുമായിരുന്നു. പക്ഷെ സാറിന്റെ ക്ലാസ്സിൽ വന്നപ്പോഴാണ് കുറെ കാര്യങ്ങൾ കൂടെ എനിക്ക് മനസ്സിലായത്. അപ്പൊ അങ്ങനെ ഏതെങ്കിലും, ഇപ്പൊ ഇവിടെ തന്നെ വരണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഇതിന്റെ പരസ്യം പറയുന്നില്ല. നമ്മള് അത്തരം ഒരു സർക്കിളിൽ വരുന്ന സമയത്ത് നിർബന്ധിതരായിത്തീരും നമ്മൾ ചെയ്യാൻ. നിർബന്ധിതരായിത്തീരും. അപ്പോ നമ്മൾ പൈസ കൊടുത്ത് തന്നെ ഒരു മെന്ററെ വാങ്ങിക്കുകയാണെങ്കിൽ നമ്മുടെ ആ ഒരു പ്രോബ്ലത്തിന് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാകും, നമ്മൾ എങ്ങനെ ലക്ഷ്യത്തിൽ എത്തിച്ചേരും, എനിക്ക് ക്ലാസ് എടുക്കണം പക്ഷെ കോൺഫിഡന്റ് ഇല്ല എന്ന് പറയുമ്പോഴും ഒന്നുകിൽ ഒരു സെൽഫ് മാസ്റ്റർ ആവാനായിട്ട് തയ്യാറെടുക്കുക. ഈ പറയുന്ന സ്റ്റെപ്പുകൾ ചെയ്യുക. സ്വന്തമായിട്ടൊരു വാട്സപ്പ് ഗ്രൂപ്പെങ്കിലും ഉണ്ടാക്കി വോയിസിൽ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങുക. വോയിസിൽ കുറെ ക്ലാസ്സുകൾ എടുത്തു തുടങ്ങുമ്പോഴത്തേക്ക് നമുക്ക് കുറെ ഐഡിയാസ് കിട്ടും. അതിനെ കൊണ്ടുവന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു ദിവസം ഒരു 10-15 മിനിറ്റ് ഒരു ഇന്ററാക്ഷൻ കൊടുക്കുക. നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ലല്ലോ, വാട്സപ്പിലൂടെ അല്ലേ ക്ലാസ്, അപ്പൊ നിന്ന് നമുക്ക് നേരിട്ട് ക്ലാസ് എടുക്കാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു 5-10 മിനിറ്റ് എന്തെങ്കിലും എടുക്കുക. പിന്നെ അവര് 1 മണിക്കൂർ എടുക്കുക. അങ്ങനെ ചെയ്ത് അങ്ങ് പ്രാക്ടീസിലേക്ക് വരിക. അതല്ല എങ്കിൽ പെട്ടെന്ന് ഒരു സക്സസ് ജേണിയിലേക്ക് എത്തണമെങ്കിൽ ഒരു 2 മന്ത് പാക്കേജ്, 3 മന്ത്സ് പാക്കേജ് ഒക്കെ ഉള്ള ഒരു കോഴ്സിൽ ജോയിൻ ചെയ്യുക. ഒരു ട്രെയിൻ ദ ട്രെയിനർ കോഴ്സോ അല്ലെങ്കിൽ ഒരു പബ്ലിക് സ്പീക്കിംഗ് കോഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്ത് ചെയ്യുക, വരിക എന്നുള്ളതാണ്. അപ്പൊ ഈ ക്ലാസ് ഗ്രൂപ്പിൽ എടുക്കുമ്പോൾ തന്നെ അവര് നമുക്ക് സപ്പോർട്ട് ചെയ്യും. അപ്പോഴേ തന്നെ നമുക്ക് കുറെ കാര്യങ്ങൾ അവിടെ നമുക്ക് തിരുത്താൻ പറ്റും. ആ തിരുത്തലുകൾ വരുമ്പോൾ നമുക്ക് സ്വയം ഒരു കോൺഫിഡന്റ് വരും, ഇന്ന ഏരിയ ഒക്കെ റെഡിയായി. അപ്പൊ നമുക്ക് സ്വയമേ ഒരു കോൺഫിഡൻസ് വരും.
പിന്നെ ഫിയർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫിയർ ആണെങ്കിൽ അത് നമുക്ക് വിദഗ്ധ ഉപദേശം തേടേണ്ടി വരും, ഒരു സൈക്കാട്രിക്കിനെയൊക്കെ കാണിക്കേണ്ടി വരും. അതേസമയം അത്രയ്ക്കൊന്നും ഫിയർ ഇല്ല, ചെറിയ രീതിയിലൊക്കെ ആണ് എങ്കിൽ നമുക്കത് മാറ്റിയെടുക്കാൻ പറ്റും. ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന ഓഡിയൻസിന് മുന്നിൽ ക്ലാസ് എടുക്കുന്നുണ്ട്, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് വരുമ്പോ ഒരു അന്താളിപ്പാണ്. അത് എല്ലാവർക്കും ഉണ്ട്. എത്ര വലിയ ട്രെയിനേഴ്സ് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുണ്ടാവും. ആ ഒരു ഓഡിയൻസായിട്ട് ആ ഒരു റാപ്പോർട്ട് ബിൽഡ് ചെയ്ത് എടുക്കുന്നത് വരെ ആ ഒരു ടെൻഷൻ നിലനിൽക്കും. പിന്നെ അങ്ങ് കത്തി കയറുകയാണ്. പിന്നെ അവിടെ പേടിയില്ല. പിന്നെ നമുക്ക് കൊടുക്കാനുള്ള മെസ്സേജസിലേക്കും നമ്മുടെ നമ്മുടെ ആ മൂവ്മെന്റിലേക്കും നമ്മുടെ ആ ഓഡിയൻസിലേക്കും മാത്രമായിരിക്കും നമ്മുടെ ഫോക്കസ്. മറ്റത് നമ്മുടെ ഭയത്തിലോട്ടാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. എനിക്ക് പേടി. പിന്നെ ആ പേടിന്ന് നമ്മുടെ മൈൻഡിലോട്ട് നമ്മൾ കൊടുക്കണ്ട. അപ്പോൾ തന്നെ ശരീരം പ്രതികരിച്ചു തുടങ്ങും. കൈയൊക്കെ വിയർക്കാൻ തുടങ്ങും. പിന്നെ കൈകൾ കൂട്ടി തിരുമാൻ തുടങ്ങും. അറിയാതെ ഇങ്ങനെ മുഖത്തൊക്കെ ഇങ്ങനെയൊക്കെ ആക്കി തുടങ്ങും. അങ്ങനെ കുറെ സാധനങ്ങളൊക്കെ ഇങ്ങനെ ചെയ്യും. അപ്പോ ഇവിടെ ഒരു ഗൈഡൻസ് അനുസരിച്ച് മുന്നോട്ട് പോവാന്നുള്ളതാണ്. ഓക്കെ, ഇനി എന്തെങ്കിലും ചോദിക്കാണ്ടോ? ഫിയറിന്റെ ഡെപ്ത് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മാത്രമേ അറിയൂ. അത് ഡെപ്ത് കൂടുന്നതിനനുസരിച്ച് അത് പ്രശ്നമാവും. അതുകൊണ്ട് അത് ഏതെങ്കിലും ഒരു വിദഗ്ധ ഉപദേശം തേടുന്നതായിരിക്കും നല്ലത്. അതല്ല, കുറച്ചൊക്കെ ഉള്ളു, സെൽഫ് മാസ്റ്ററി ചെയ്ത് ഡിസിപ്ലിനോട് കൂടി ചെയ്താൽ നടക്കും എങ്കിൽ ഓക്കെ. അതല്ല, ഇനി ഒരു കോഴ്സിലൊക്കെ ജോയിൻ ചെയ്താൽ എനിക്ക് കിട്ടും എന്നുണ്ടെങ്കിൽ അങ്ങനെ. മാം അല്ല, ഞാനിപ്പോ എൻ്റെ ഒരു കൂട്ടുകാരി ഒരു ഡൗട്ട് ചോദിക്കുകയാണ്. ഞാൻ അവൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവളുടെ നന്നായി എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഒരു ക്ലാസ് എടുത്തൂടെ, ഒരുപാട് പേർക്ക് ക്ലാസ് എടുത്തൂടെ എന്നൊക്കെ എനിക്ക് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രിപ്പറേഷൻസ് എല്ലാം നന്നായിട്ട് എടുക്കും. പക്ഷെ ആ ക്ലാസ്സിന് മുമ്പിൽ പോയി പറയാനായിട്ട് ഒരുപാട് പേർക്ക് പറഞ്ഞു കൊടുക്കാനായിട്ട് പറ്റത്തില്ല. അവർ ഓരോരുത്തരായിട്ട് വരുവാണെങ്കിൽ എനിക്ക് എത്ര വേണേലും നന്നായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും. അതങ്ങനെ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. ഈ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് എന്താണ് മനസ്സിലേക്ക് വരുന്നത്? അതായത് പോയിന്റുകൾ മറന്നു പോകുന്നാണോ? ഞാൻ പറയുന്നത് അവർക്കൊക്കെ മനസ്സിലാവോ? എല്ലാവരും പല തൊണ്ടയിലെ വെള്ളം വറ്റും, കൈ വിറയ്ക്കും, അത് നമ്മൾ വിയർക്കും. ചെറുതായിട്ടൊന്ന് ഡീപ് ബ്രീത്ത് എടുക്കുക. പിന്നെ നമ്മൾ ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുമ്പ് കുറച്ച് വെള്ളം കുടിക്കുക. വെള്ളം ഒരു കുപ്പിയിൽ കരുതുക. ഇടയ്ക്ക് ഞാനൊന്ന് വെള്ളം കുടിച്ചോട്ടെ എന്ന് അവരോട് തന്നെ ചോദിച്ചതിന് ശേഷം കുടിക്കാം. കുടിക്കണ്ടെന്നൊന്നും ഒരാളും പറയില്ല. അപ്പൊ അങ്ങോട്ട് മാറി നിന്നിട്ട് ജസ്റ്റ് ഒരു പവർ കുടിക്കുക, അവിടെ വെക്കുക. എന്നിട്ട് വീണ്ടും ക്ലാസ്സുകൾ എടുക്കുക. അപ്പൊ ആ തൊണ്ട വരളുന്നതിന് ഒരു പേടിച്ചിട്ടാണ് ആ തൊണ്ട വരളുന്നത്. പിന്നെ കൈകാല് വിയർക്കുന്ന ഞാൻ പറഞ്ഞല്ലോ, നമ്മള് മൈൻഡിൽ പേടി ഉള്ളത് കൊണ്ടാണ് ഇത് ശരീരം പ്രതികരിക്കുന്നത്. അപ്പൊ ഇവിടെ ഫിയർ തന്നെയാണ് മെയിൻ പ്രശ്നം. ഇത് കുറെ നാളായിട്ട് മനസ്സിൽ കൊണ്ട് നടക്കുന്ന കാര്യമാണ്. ആരോടും ചോദിച്ചിട്ടൊന്നുമില്ല, ആരോടും പറഞ്ഞിട്ടില്ല. ഇപ്പൊ മാമിന്റെ അടുത്ത് കണ്ടപ്പോ ഈ ഫിയർ ചോദിച്ചത്. കൊണ്ട് നടന്ന് അത് വലുതായി. ചെറിയൊരു പൊട്ടായിരുന്നു. അത് ഈ പഠിക്കുന്ന സമയത്ത് ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങിയ സമയത്ത് അതൊരു ചെറിയൊരു പൊട്ടായിരുന്നു. അതവിടെ ഇരുന്ന് വലുതായി. മനസ്സിലായില്ലേ? അപ്പൊ മൈൻഡിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ നമ്മൾ ഹീൽ ചെയ്ത് മാറ്റിയേ പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിലൊരു മുറിവ്, ഇപ്പൊ കൈയും ഒരു മുറിവ് പറ്റി, അത് വലുതാവുന്നത് വരെ വെച്ചോണ്ടിരിക്കോ? കുറെ കൂടെ വലുതാവട്ടെ എന്നിട്ട് എന്ന് പറഞ്ഞോണ്ടിരിക്കോ? ഇല്ലല്ലോ. അത് അപ്പോഴത്തന്നെ നമ്മൾ എന്തെങ്കിലും മരുന്നെയും എന്തെങ്കിലും ഒരു ബാൻഡേജ് എടുത്ത് ചുറ്റും എന്തെങ്കിലും ചെയ്യും. അതുപോലെ നമ്മുടെ മൈൻഡിൽ ഉണ്ടാകുന്ന അസുഖങ്ങൾ നമ്മൾ ബാൻഡേജ് ചുറ്റണം, മരുന്ന് കൊടുക്കണം. ഇപ്പൊ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ ട്രെയിനിങ്, വേണമെങ്കിൽ ജോയിൻ ചെയ്യാം കേട്ടോ. മാം താങ്ക് യു സോ മച്ച്. ഈ ആര്യയുടെ സെയിം പ്രോബ്ലംസ് തന്നെ എനിക്കും. മീൻസ് എൻ്റെ അടുത്ത് കുറെ പേര് പറയാറുണ്ട് നല്ല സ്കില്ലാണ്, പക്ഷെ എനിക്ക് പേഴ്സണലി എല്ലാവരുടെ അടുത്തും സംസാരിക്കാം. ഒരു ഗ്രൂപ്പിലോട്ട് മീൻസ് ഇറങ്ങുമ്പോൾ എനിക്ക് തൊണ്ട ഡ്രൈ ആവും, ഭയങ്കര ടെൻഷനാണ്, ഹാർട്ട് ബീറ്റ് കൂടും, അങ്ങനത്തെ കുറെ പ്രോബ്ലംസ് ആര്യ പറഞ്ഞപ്പോൾ എനിക്ക് എന്റെ സെയിം ഇഷ്യൂസ് ആണ് ആര്യ ഇപ്പൊ റിലേറ്റ് ചെയ്യാൻ പറ്റി. ലിഫ്ന ഇപ്പോ 19th ബാച്ചിലുണ്ടായിരുന്നോ? ഞാനിപ്പോ ബാച്ചിലുണ്ട്, പക്ഷെ ഞാൻ ഒരു വോയിസ് പോലും സെൻഡ് ചെയ്തിട്ടില്ല. അല്ല, അതിപ്പോ 20th ബാച്ചിലല്ലേ? 20th ബാച്ചിലാ മാം. 19th ബാച്ചിൽ പങ്കെടുത്തിരുന്നോ അതോ ഫസ്റ്റ് ടൈം ആണോ? ഫസ്റ്റ് ടൈം ആണ് മാം. അപ്പൊ റെഡിയാവും. വോയിസ് അയക്കുക അതിനകത്തേക്ക്. എനിക്ക് മെയിൻ തിങ് മീൻസ് പേഴ്സണലി ഇങ്ങനെ സംസാരിക്കാം, പക്ഷെ ഗ്രൂപ്പിലോട്ട് വരുമ്പോ അതായത് ചെറിയ തോതിൽ തുടങ്ങുക. എല്ലാരും ചെയ്യുന്ന പോലെ കൂടുതൽ ചെയ്യണമെന്നൊന്നുമില്ല. ചെറിയ തോതിൽ തുടങ്ങിയിട്ട് നമുക്കത് ഇമ്പ്രൂവ് ചെയ്തുകൊണ്ട് വരാം. അപ്പൊ കോൺഫിഡൻസ് കിട്ടും. ഞാൻ എല്ലാവരുടെയും വോയിസ് നിഷ മാമിന്റെ എല്ലാം കേട്ടിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എനിക്ക് എന്തോ മീൻസ് വോയിസ് ചെയ്യാൻ വേണ്ടി നിൽക്കും, പക്ഷെ പെട്ടെന്ന് ഭയങ്കരമായിട്ട് എന്തോ ഒരു പണ്ട് ഈ വാട്സപ്പ് തുടങ്ങിയ സമയത്തെ
അതിപ്പോ നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടോ ഞാൻ ഒരു കാര്യം പറയുമ്പോൾ? ഈ വാട്സപ്പ് തുടങ്ങിയ സമയത്ത് വോയിസ് മെസ്സേജ് അയച്ചിട്ട് അത് കേൾക്കും, സ്വന്തം വോയിസ് കേൾക്കുക, ഈ എന്തൊരു വൃത്തിയുടെ സൗണ്ടാ എന്നൊക്കെ ചിന്തിക്കാറുണ്ട്. ഇപ്പോ ഇപ്പൊ അങ്ങനെ ചിന്തിക്കാനുള്ള ടൈമില്ല, അങ്ങനെ കേട്ടോണ്ടിരിക്കാനുള്ള കേൾക്കുന്നത് എന്റേത് തന്നെ വീണ്ടും കേൾക്കാനുള്ള ടൈം എനിക്കില്ല. മനസ്സിലായില്ലേ? ശരി. അപ്പൊ അങ്ങനെ ആ ചെയ്യാറുണ്ടായിരുന്നു ഞാനും. അതെ. കാരണം അതിങ്ങനെ കേട്ടിട്ട് അപ്പൊ കേൾക്കുന്ന സമയത്ത് അവിടെ നമ്മൾ എന്തെങ്കിലും തെറ്റി പറഞ്ഞതോ, നമ്മൾ ഒരു വാക്ക് പറയുമ്പോൾ പോകുന്നതോ ഒക്കെ നമുക്ക് ഭയങ്കര പ്രശ്നമായിട്ട് തോന്നും. പെട്ടെന്ന് അത് ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് വീണ്ടും പറയാൻ തുടങ്ങും. പിന്നെ വേണ്ടാന്ന് വിചാരിച്ച് കളഞ്ഞിട്ട് പോകും. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇപ്പൊ എന്താണ്? ഇപ്പൊ ഞാൻ അതിൽ മാക്സിമം കൊടുത്തിട്ടുണ്ട്. ഇനി അത് കേൾക്കാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിൽ കുറെ പോയിന്റുകൾ പറഞ്ഞിട്ട് ഓഫ് ചെയ്തങ്ങ് വരും. പക്ഷെ ഇപ്പൊ ഒരു സഭയില് ഒരു ഒരു ഗ്രൂപ്പില് എനിക്ക് അറിയുന്ന ആൾക്കാരായാലും അറിയാത്ത ആൾക്കാരായാലും അവിടെ സംസാരിക്കണമെങ്കിൽ ഒരു മടിയുമില്ല. ആ വോയിസ് അങ്ങ് ഇടും. ഇട്ടിട്ട് പിന്നെ വീണ്ടും കേൾക്കാനും നിൽക്കില്ല. ഇടുക, അങ്ങ് പോവുക. അത്രേ ഉള്ളൂ. അപ്പോ അതൊക്കെ ഈ പറഞ്ഞതുപോലെ നമ്മള് ആ ഒരു മേഖലയിൽ നിൽക്കുന്നത് കൊണ്ട് നമുക്ക് കിട്ടിയ കുറെ ഗുണങ്ങളാണ്. പിന്നെ നമുക്ക് വ്യക്തമായിട്ട് ഒരു ഗോൾ ഉണ്ടെങ്കിൽ നമ്മൾ ആ സെൽഫ് ഡിസിപ്ലിനോട് കൂടി നമുക്ക് മുന്നോട്ട് വരാൻ കഴിയും. ഓക്കെ, സമയം ഒരുപാടായി. നമുക്ക് ഇനിയിപ്പോ സ്ത്രീകളൊക്കെ അടുക്കളയിലേക്ക് ഓടുന്ന തിരക്കായിരിക്കും അല്ലേ? എന്തായാലും എന്റെ ഒരു Yes, ma'am. ഞായറാഴ്ച എനിക്ക് പോയി കിട്ടി. പക്ഷെ ഒരു സന്തോഷം, ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റും അല്ലെ? അപ്പൊ കുറെ കൂടി ഹാപ്പിനെസ്സോടുകൂടി എനിക്ക് എന്റെ കിച്ചണിലേക്ക് പോകാൻ പറ്റും. എനിക്ക് ഇന്ന് കിടന്ന് ഉറങ്ങിയതിനേക്കാളും ഉന്മേഷം എനിക്ക് സത്യം പറഞ്ഞ ഒരു ഇന്ധനമാണ് നിങ്ങളുടെ ഈ ഒരു ഫീഡ്ബാക്ക് കേൾക്കുന്നത്. നിങ്ങൾക്കൊരു ഇന്ധനമാണ് ഇത് കുറെ അധികം കാര്യങ്ങൾ കിട്ടിയത് അല്ലേ? എന്തായാലും നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോൾജിയർ മൈൻഡ് സെറ്റോട് കൂടി മുന്നോട്ട് പോവുക. ഈ നിമിഷം ഇപ്പൊ പോയി കിടന്ന് ഉറങ്ങാണ്ട് ഇപ്പൊ കിച്ചണിലേക്ക് ഓടാതെ ഒരു ഡയറി എടുക്കുക, ജസ്റ്റ് എന്തെങ്കിലും കുറിച്ച് വെക്കുക, അത് അങ്ങ് കണ്ടിന്യൂ ചെയ്ത് പോവുക. ഓക്കെ, Thank you. താങ്ക് യു മാം. താങ്ക് യു വെരി മച്ച്. എന്തായാലും ഫീഡ്ബാക്ക് ഒക്കെ ഗ്രൂപ്പിൽ ഇട്ടോളി. ആളുകൾ കയറിയിട്ട് റെക്കോർഡിങ്ങിലൊക്കെ കാണട്ടെ. ഓക്കെ മാം. താങ്ക് യു വെരി മച്ച്.